ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ഇരുണ്ട താഴ്വര, അധ്യായം 13. എത്ര ചിന്തിച്ചിട്ടും അതിനൊരുത്തരം കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ മുറിയിലും കോട്ടമുഖത്തെ കാവൽ ഗോപുരത്തിലും ഒരേ സമയം പ്രത്യക്ഷനായിരിക്കാൻ ആ കിഴവന് എങ്ങനെ സാധിച്ചു? കിഴവനെ മുറിക്കുള്ളിലാക്കി ഞാൻ മുറി വെളിയിൽ നിന്നും ബന്ധിച്ചിരുന്നതാണ്. അയാൾ പിന്നെ ഏത് മാർഗത്തിലൂടെ മുറിയിൽ നിന്നും പുറത്തു കിടന്നു? ആദ്യം ഞാൻ വിചാരിച്ചത് മുറിയിൽ നിന്നും കാവൽ ഗോപുരത്തിലേക്ക് ഒരു ഗൂഢമാർഗം ഉണ്ടായിരിക്കണമെന്നാണ്. എന്നാൽ മുറിയുടെ ഓരോ ഇഞ്ചും സസൂക്ഷ്മം പരിശോധിച്ചിട്ടും അങ്ങനെയൊരു മാറ്റം കണ്ടെത്താനായില്ല. പിന്നീട് പലപ്പോഴും ഞാൻ ഇത്തരം പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ ഇടനാഴിയിൽ ഇറങ്ങി നിന്നു. കിഴവൻ ഭക്ഷണവുമായി വരുന്നത് കാണണമല്ലോ. പക്ഷെ മുറിക്കുള്ളിൽ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കിഴവൻ വിഭവങ്ങൾ മേശപ്പുറത്ത് നിരത്തുന്നതാണ് കണ്ടത്. അയാൾ ഏതു വഴിയിലൂടെ അവിടെ എത്തിയെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിച്ചില്ല. ഞാൻ ഒരു പരീക്ഷണം കൂടി നടത്തി. കിഴവന് അരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അയാൾ മടങ്ങിപ്പോകുന്നത് ഏതു വഴിയിലൂടെയാണെന്ന് കണ്ടുപിടിക്കണം. തൊട്ടു പിന്നിൽ നിന്ന് എന്നെ തള്ളി മാറ്റിയിട്ട് കിഴവൻ ഇടനാഴികയിലേക്ക് ഇറങ്ങി. വേച്ചുപോയ ഞാൻ വീഴാതെ ചുമരിൽ പിടിച്ചു നിന്നു. എന്നിട്ട് ഇടനാഴിയിലേക്ക് ചാടിയിറങ്ങി. അവിടെ കിഴവനില്ല. ഉടനെ പൂമുഖത്തേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ കിഴവൻ കാവൽ ഗോപുരത്തിന് ചുവട്ടിൽ നിൽക്കുന്നത് കാണായി. അപ്പോഴാണ് എനിക്ക് പുതിയൊരു ആശയം ഉദിച്ചത്. ഒരേ തരത്തിലുള്ള 2 കിഴവനുണ്ടായിരിക്കാം. ഞാൻ ഒരു ദിവസം ഭക്ഷണവുമായി വന്ന കിഴവനെ അടിമുടി സസൂക്ഷ്മം നിരീക്ഷിച്ചു. പിന്നെ കാവൽ ഗോപുരത്തിന് ചുവട്ടിൽ ചെന്നു. അവിടെ ഇരുണ്ട തെക്കൻ മലകളിലേക്ക് കണ്ണും നട്ട് പ്രതിമ പോലിരിക്കുന്ന കിഴവനെയും നിരീക്ഷിച്ചു. ഞാൻ അടുത്തു ചെന്നതും സൂക്ഷിച്ചു നോക്കുന്നതും അയാൾ അറിഞ്ഞില്ലെന്ന് തോന്നി. നാട്ടിൽ നിന്നെത്തിയ ശവശരീരം പോലെ നിശ്ചലനായി നിലകൊണ്ടു. ഒരു നേരിയ വ്യത്യാസം പോലും അവരിൽ വേർതിരിച്ച് കണ്ടുപിടിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അവസാനം ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാതായി. 1 അല്ല 2 അല്ല 100 കിഴവന്മാർ ഉണ്ടായിരിക്കട്ടെ. അവരെല്ലാം കാവൽ ഗോപുരത്തിൽ ജീവിച്ചോട്ടെ. മാറി മാറി എൻ്റെ മുറിയിലേക്ക് രഹസ്യമാർഗങ്ങളിലൂടെ വരികയും പോവുകയും ചെയ്യട്ടെ. ഞാനത് കണക്കാക്കുന്നില്ല. 6 മാസം തികയുമ്പോൾ ബ്രോൾ ആഗ്നനെ കണ്ട് എൻ്റെ ബാക്കി ശമ്പളവും വാങ്ങി കരാർ അവസാനിപ്പിച്ച് ജെറിക ലായറുടെ ലോകപ്രസിദ്ധമായ മടക്കയാത്രയുടെ ആ പാട്ടും പാടി ഞാനും കുട്ടിയും എന്നേക്കുമായി ബ്ലാക്ക് വാലി വിട്ടുപോകും. പോകുന്ന പോക്കിൽ സ്വാംബോ ഗ്രാമത്തിലെ ആ വൃദ്ധനോട് പറയും, ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ബ്ലാക്ക് വാലിയിൽ നിന്ന്. പിഞ്ചു കുഞ്ഞാണെങ്കിൽ എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നതുപോലെയായി തീർന്നിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവനെല്ലായ്പ്പോഴും ഉല്ലാസവാനായിരുന്നു. ഇതുപോലൊരു പ്രേതക്കോട്ടയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവനറിയാം. അവൻ ഒരിക്കലും എനിക്ക് ശല്യമുണ്ടാക്കിയിരുന്നില്ല. തനിയെ കളിച്ചും ചിരിച്ചും മുറിക്കുള്ളിലൂടെ വേച്ചു നടക്കും. ചിലപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടേതായ ആ സ്വർഗീയ ഭാഷയിൽ എന്തെങ്കിലും പറയും. വലിയ ഗൗരവത്തിൽ കൈയും കാലും ഇളക്കി പ്രസംഗിക്കുന്നത് കേട്ടാൽ അണ്വായുധ നിരോധന കാര്യത്തിൽ അമേരിക്കയുടെ അനാസ്ഥയെക്കുറിച്ചോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സംഘർഷാവസ്ഥയെക്കുറിച്ചോ പശ്ചിമേഷ്യയിലെ എണ്ണക്കുഴപ്പങ്ങളെക്കുറിച്ചോ മറ്റോ ആണെന്ന് തോന്നും. ആ ഭാഷയും വികാരവും ഒന്നും മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിച്ചതിന് അതിരില്ല. ചിലപ്പോഴൊക്കെ ഞാൻ അവനെയും കൂട്ടി കോട്ടത്തളങ്ങളിലൂടെ വെറുതെ ചുറ്റി നടക്കുമായിരുന്നു. അപ്പോഴെല്ലാം അവൻ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ കൂടെ ശബ്ദായമാനമായിരുന്നു എൻ്റെ ദിവസങ്ങൾ. അവൻ നല്ലതുപോലെ തടിച്ചു കൊഴുത്തു ആരോഗ്യവാനായി. ഒരു രാത്രി ഉറങ്ങാൻ നേരമായി. ഞങ്ങൾ കിടക്കാൻ വട്ടം കൂട്ടുകയാണ്. വാതിലിൽ തട്ടുന്ന സ്വരം കേട്ട് ഞാൻ ശ്രദ്ധിച്ചു. കിഴവനായിരിക്കുമെന്ന് കരുതി വാതിൽ തുറന്നു. ബ്രോൾ ആഗ്നൻ, കൂടെ ഒരു സ്ത്രീ. ചോരച്ച മഞ്ഞുകട്ടയിൽ കൊത്തിയെടുത്ത മുഖങ്ങൾ. കണ്ണുകളുടെ ജ്വലനം ആരെയും ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു. അവർ മുറിക്കുള്ളിൽ കിടന്നപ്പോൾ കുഞ്ഞ് ഭയന്നു വിറച്ച് എന്നെ നോക്കി. ഇതെൻ്റെ ഭാര്യ. ആഗ്നൻ കൂടെയുള്ള സ്ത്രീയെ പരിചയപ്പെടുത്തി. അവളുടെ പൈശാചിക സൗന്ദര്യം എന്നിൽ അത്ഭുതമാണ് ഉളവാക്കിയത്. അവൾ ആർത്തിയോടെ കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ്. ആഗ്നൻ വല്ലാത്ത ഭാവത്തോടെ മുന്നോട്ട് കിടന്ന് കട്ടിലിരുന്ന കുഞ്ഞിനെ തൂക്കിയെടുത്തു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആഗ്നനും ഭാര്യയും മുറിവിട്ടിറങ്ങി. ഞാൻ പുറകെ ചെന്നു. ഞങ്ങളെ പിന്തുടർന്നു വരരുത്. നടുക്കം തോന്നും വിധം ഭയാനകമായ സ്വരം. ഞാൻ വാതിലിൽ തന്നെ നിന്നു. ആഗ്നൻ്റെ തോളിനു മീതെ കൂടി കുഞ്ഞ് ദയനീയമായി എന്നെ നോക്കി. ഭയന്നിട്ട് കരയാനുള്ള കരുത്തുകൂടി അവന് നഷ്ടപ്പെട്ടിരുന്നു. ആ മുഖം വിതുമ്പി വിറച്ചിരുന്നു. ആഗ്നനും ഭാര്യയും ഇടനാഴികയിലെ ഇരുട്ടിൽ മുങ്ങി. പിന്നെ അവരെ കണ്ടില്ല. അവർ അവനെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ഞാൻ ആലോചിച്ചു. ഒരുപക്ഷെ അവർ അവനെ തിരിച്ചു തരുമായിരിക്കുമെന്നും തോന്നി. ആ കുഞ്ഞിനെ കൊണ്ട് അവർക്ക് എന്തുപകാരമാണുള്ളതെന്ന് ചിന്തിച്ചപ്പോൾ ഭയാനകമായ ഒരസ്വസ്ഥത എന്നിൽ നിറഞ്ഞു.
ഏതായാലും ഞാൻ തനിച്ചായി. ആ രാത്രി കടന്നുപോയി. പിറ്റേന്നു മുതൽ ഞാൻ കുഞ്ഞിനെയും പ്രതീക്ഷിച്ചിരിപ്പായി. അവർ അവനെ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെ വിശ്വസിച്ചു. അവൻ്റെ ദയനീയമായ നോട്ടവും വിതമ്പി വിറയ്ക്കുന്ന മുഖവും മനസ്സിൽ മായാതെ നിന്നു. ജീവിതം വിരസമായി തീർന്നു. അത്രത്തോളം ഭയാനകമായ ഏകാന്തത മുൻപ് അനുഭവിച്ചിട്ടില്ലെന്ന് തോന്നി. നിമിഷങ്ങൾ കടന്നു പോകാൻ വയ്യാതെ മുറിക്കുള്ളിൽ കുരുങ്ങിക്കിടന്നു. കിഴവൻ അയാളുടെ ജോലി കൃത്യമായും തുടർന്നു പോന്നു. ഒരു രാത്രിയിൽ കിഴവൻ കൊണ്ടുവന്ന ഭക്ഷണത്തോടൊപ്പം ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടുന്ന ആഹാരവും കണ്ടു. എനിക്ക് സന്തോഷമായി. ഇന്ന് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും. എൻ്റെ ഏകാന്തതയുടെ വിരസതയുടെ ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. രാത്രിയിൽ വളരെ നേരം അനങ്ങാതെ കിടന്നു. പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ അടുത്ത കട്ടിലിൽ മെലിഞ്ഞു വിളർത്ത ചോര പറ്റിയ ഒരു കുഞ്ഞ് മയങ്ങിക്കിടക്കുന്നത് കണ്ടു. ഞാൻ അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ ആദ്യം വളർത്തിയ കുട്ടിയല്ല അത്. വേറൊരെണ്ണം. 1 വയസ്സുപോലും പ്രായം വരാത്ത ചോരക്കുഞ്ഞ്. അതിൻ്റെ ഒട്ടിയ കവിൾത്തടങ്ങളിൽ ഉണങ്ങിയ കണ്ണീർ ചാലുകൾ, കണ്ണുകുഴിഞ്ഞ് ദൈന്യത രൂപം പൂണ്ട മുഖം, ശോഷിച്ച കൈകാലുകൾ, വയറൊട്ടി വാരിയെല്ലുകൾ തെളിഞ്ഞിരിക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ കുഞ്ഞ് എവിടെ നിന്ന് വന്നു? എന്തിന് ഇതിനെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു? ആരാണ് എനിക്കൊരു മറുപടി നൽകാനുള്ളത്? ആ കുഞ്ഞ് ഉണർന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഞാനതിന് ആഹാരം നൽകി. കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് മിക്കവാറും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആദ്യം നിസ്സംഗതയോടെയാണ് ഞാൻ അതിനെ പരിചരിച്ചത്. എന്നാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ ഏകാന്തതയിൽ ഒരു ചെകുത്താനെ കൂട്ടുകിട്ടിയാൽ പോലും ആരും സ്നേഹിച്ചു പോകും. ഞാൻ ആ നിസ്സഹായനായ കൊച്ചുകുട്ടിയെ സ്നേഹിച്ചു. ഒരാൾ നമ്മെ ആശ്രയിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന രക്ഷാകർത്തൃബോധത്തോടെയും കാരുണ്യത്തോടെയും പരിചരിച്ചു കഴിയുന്നിടത്തോളം അത് എന്നെ അനുസരിച്ചു. സ്നേഹത്തിൻ്റെ അനുസരണമല്ല, നിസ്സഹായതയുടെ വഴങ്ങിത്തരൽ. എന്തു കൊടുത്താലും കഴിച്ചുകൊള്ളും. ദിവസം മുഴുവൻ പട്ടിണിയിട്ടാലും മിണ്ടുകയില്ല. ഖഡാരി മുനിയിലിരിക്കാൻ പറഞ്ഞാൽ അതിന് സന്നദ്ധം. അവൻ നല്ല ആഹാരം കഴിച്ച് തടിച്ചു മിനുങ്ങി ആരോഗ്യവാനായി തീരുന്നതുവരെ ഞാൻ ആ കുഞ്ഞിനെ വളർത്തി. ഒരു രാത്രിയിൽ ആ പഴയ രംഗം ആവർത്തിക്കപ്പെട്ടു. ബോളാഗ്നനും ഭാര്യയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാനെത്തി. ഞാൻ ഒരൊറ്റ അക്ഷരം ഉരിയാടിയില്ല. നിശ്ചലം എല്ലാം കണ്ടു നിന്നു. അവർ കുഞ്ഞിനെ കൊണ്ടുപോയി. ഞാൻ വീണ്ടും തനിച്ചായി. ശോകമൂകമായ ഭയജനകമായ ആ ഏകാന്തത വീണ്ടും ഞെരിച്ചു തുടങ്ങി. ഒടുവിൽ ഞാനൊരു തീർപ്പിലെത്തി. ആരുമറിയാതെ കോട്ടയിൽ നിന്നും ഒളിച്ചോടുക. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു. പുലർന്നപ്പോൾ ഞാൻ തയ്യാറായി. ഞാൻ ഒളിച്ചോടുകയാണ്. ആരും കാണാതെ പൂമുഖത്തിറങ്ങി നോക്കിയപ്പോൾ കിഴവൻ ഗോപുരത്തിലിരിക്കുന്നതായി കണ്ടു. കിഴവൻ കാണാതെ ഞാൻ മന്ദിരത്തിൻ്റെ കിഴക്ക് ഭാഗത്തെത്തി. പടിഞ്ഞാറാണ് കോട്ടവാതിലും കിഴവനും. ഇപ്പോൾ കിഴവനെ എനിക്കോ എന്നെ കിഴവനോ കാണാൻ വയ്യ. കോട്ടമതിലും കിടങ്ങും ചാടിക്കടന്ന് മലയിടുക്ക് കയറി കിഴവൻ കാണാതെ രക്ഷപ്പെടണം. വരാന്തയിൽ നിന്ന് മതിലിനരികിലേക്ക് 200 വാരയോളം അകലമുണ്ട്. ഏതു ഭാഗത്തായാലും ദൂരം അത്ര തന്നെ. അത്രയ്ക്കും വിശാലമാണ് കോട്ടത്തളം. ഞാൻ മതിലിനരികിലെത്തി. ആരും എന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. മതിലിലെ കല്ലുകളുടെ വിടവിൽ ചവിട്ടി ഞാൻ അള്ളിപ്പിടിച്ച് കയറാൻ തുടങ്ങി. പകുതിയോളം കയറിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. 200 വാര ചുറ്റളവിൽ ഒരു എലി പോലുമില്ല. ഞാൻ മതിലിൻ്റെ മുകളിൽ കൈയെത്തിച്ച് പിടിച്ചു. അധ്യായം 14. മതിലിൽ തൂങ്ങി ഞാൻ മുകളിലേക്ക് കയറുകയായിരുന്നു. പെട്ടെന്ന് കാലിൽ ലോഹവളയം ചുറ്റിയതുപോലെ തണുത്ത സ്പർശനം അനുഭവപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കിഴവൻ എൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് താഴേക്ക് വലിക്കുന്നതാണ് കണ്ടത്. അയാൾ എന്നെ വലിച്ച് താഴെയിട്ടു. ഞാൻ നടുക്കത്തോടെ ചാടി എഴുന്നേറ്റു. എൻ്റെ മുഖത്തിൻ്റെ മുൻപിൽ കിഴവൻ്റെ ജ്വലിക്കുന്ന കണ്ണുകൾ. ഞാൻ അയാളെ കാണുന്നതിന് ഒരു നിമിഷം മുൻപ് വരെ 200 വാര ചുറ്റളവിൽ അയാൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷം കൊണ്ട് കാവൽ ഗോപുരത്തിൽ നിന്നും കിഴവൻ എൻ്റെ അരികിൽ എങ്ങനെ എത്തിച്ചേർന്നുവെന്നും ഞാൻ അമ്പരന്നു. കാവൽ ഗോപുരത്തിൽ നിന്നും അവിടെ എത്താൻ 5 മിനിറ്റെങ്കിലും വേണ്ടിവരും. എനിക്കതിൻ്റെ രഹസ്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഞാൻ തലയും താഴ്ത്തി പൂമുഖത്തേക്ക് നടന്നു. കാവൽ ഗോപുരത്തിൽ നോക്കിയപ്പോൾ കിഴവൻ അവിടെ നിൽക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് മതിലിന് നേർക്ക് നോക്കി. അവിടെ ആരുമില്ല. കിഴവൻ എന്നെ വലിച്ചു താഴ്ത്തിട്ടത് വെറുമൊരു തോന്നലായിരുന്നുവോ? അവസാനം ഞാൻ അങ്ങനെ സമാധാനിച്ചു. കിഴവന് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടാകാം. ആ ശക്തി കൊണ്ട് ഈ ബ്ലാക്ക് വാലിയിലെ എല്ലാ സംഭവങ്ങളും അയാൾ അറിയുകയും അയാളുടെ സാന്നിധ്യം ആവശ്യമുള്ളിടത്തെല്ലാം അതുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയായിരിക്കാം. ഒളിച്ചോടാൻ ശ്രമിച്ച വിവരം ബ്രോൾ ആഗ്നൻ അറിയുമോ എന്ന് ഞാൻ ഭയന്നു. അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആരെയൊക്കെയോ ഭയപ്പെടുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി.
കിഴവൻ മുറിയിൽ വരികയും പോവുകയും ചെയ്തു. ഞാൻ ഒളിച്ചോടാൻ ശ്രമിച്ചത് അയാൾ മറന്നുവെന്ന് തോന്നി. അത്രത്തോളം നിസ്സംഗത അയാളുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. അയാളുടെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം ഒളിച്ചോടണമെന്ന് തന്നെ ഞാൻ നിശ്ചയിച്ചു. കിഴട്ട് കിഴവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. ഒരു പുലർച്ചയ്ക്ക് ഞാൻ ഉറക്കമുണർന്നപ്പോൾ അടുത്ത കട്ടിലിൽ ഏകദേശം 4 വയസ്സ് പ്രായം വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ബോധം കെട്ടുറങ്ങുന്നത് കണ്ടു. മെലിഞ്ഞു വിളറി, വയറൊട്ടി, അസ്ഥിപഞ്ജരം പോലെ തോന്നിയ ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ നായ്ക്കൾ കടിച്ചു വലിച്ചതുപോലെ പലയിടത്തും കീറിപ്പറിഞ്ഞിരുന്നു. അതും ഒരു റെഡ് ഇന്ത്യൻ പെൺകുട്ടിയായിരുന്നു. വാതിലകത്തു നിന്നും ബന്ധിച്ചിട്ട് ഞാൻ അറിയാതെ എങ്ങനെ വാതിൽ തുറന്ന് കുട്ടികളെ മുറിയിലെത്തിക്കുന്നുവെന്നതും അപ്പോഴും പിടികിട്ടാത്ത രഹസ്യമായി അവശേഷിച്ചു. അന്ന് ഞാൻ എൻ്റെ മരുന്ന് പെട്ടി ആദ്യമായി ഉപയോഗിച്ചു. അവളുടെ മുറിവുകൾ കഴുകി മരുന്ന് വെച്ച് കെട്ടി. അടുത്ത ദിവസമാണ് അവൾക്ക് ബോധം വീണത്. കണ്ണു മിഴിച്ച് അവൾ ആദ്യം എന്നെ നോക്കി, പിന്നെ മുറിക്കുള്ളിൽ കണ്ണൊടിച്ചു. അടുത്ത നിമിഷം അവൾ പേടിയോടെ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ ഞെട്ടിപ്പിടഞ്ഞ് പുറകോട്ട് മാറി. എൻ്റെ നേർക്കുള്ള ആ ഭീതി അധികം നീണ്ടു നിന്നില്ല. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയത്. ഞാൻ ആഹാരം വിളമ്പിക്കൊടുത്തപ്പോൾ ആർത്തിയോടെ അവൾ അത് കഴിച്ചു. പേടി മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദ്യങ്ങൾ ആരംഭിച്ചു. എന്നാൽ എൻ്റെ ഭാഷ അവൾക്കറിയില്ല. അവളുടെ റെഡ് ഇന്ത്യൻ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ നിരന്തരമായ സാമീപ്യവും സ്നേഹനിർഭരമായ പെരുമാറ്റവും അവളിൽ വിശ്വാസം ജനിപ്പിച്ചു. അനേകം സംഗതികൾ അവൾക്കെന്നെ അറിയിക്കാനുണ്ട്. അവളത് പറയുന്നുണ്ട്. പക്ഷേ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കണ്ട് അവൾ നിരാശയോടെ കരയാൻ ആരംഭിച്ചു. ഭക്ഷണം കൊണ്ടുവരുന്ന കിഴവനെ അവൾ വല്ലാതെ ഭയപ്പെട്ടു. കിഴവൻ തിരിച്ചു പോകുന്നതുവരെ എൻ്റെ പിറകിൽ നിൽക്കുകയായിരുന്നു പതിവ്. മനുഷ്യന് പൊതുവായ ഒരു ഭാഷയുണ്ടല്ലോ, ആംഗ്യഭാഷ. ഞങ്ങൾ ആംഗ്യഭാഷയിലൂടെ ആശയങ്ങൾ കൈമാറി. ഏതായാലും ഏകാന്തതയിൽ നിന്നും വീണ്ടും എനിക്ക് മോചനം ലഭിച്ചു. എനിക്കൊരു കൊച്ചു കൂട്ടുകാരിയുണ്ടായി. സ്വന്തം പുത്രിയെ എന്ന പോലെ ഞാൻ അവളെ സ്നേഹിച്ചു. ബ്ലാക്ക് വാലിയിലെ ഏതാനും മാസങ്ങൾ എന്നിൽ വരുത്തിയ മാറ്റം വിസ്മയാവഹമായിരുന്നു. പരുക്കനും ക്രൂരനും എടുത്തുചാട്ടുകാരനുമായിരുന്ന എന്നെ അത് അടിച്ചമർത്തിക്കളഞ്ഞു. ഞാൻ പക്വതയുള്ളവനായി, സൗമ്യനായി, സ്നേഹശീലനായി, കരുണയുള്ളവനായി. ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാരിയെ സ്നേഹിച്ചു. വേണ്ടെന്ന് വെച്ചാലും എനിക്ക് സ്നേഹിക്കാതെ കഴിയില്ലായിരുന്നു. അവൾ എന്നെയും സ്നേഹിച്ചു. കുട്ടികൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം സൗമ്യനായി മാറിയെന്ന് ഊഹിക്കുകയേ വേണ്ടൂ. ആ കൊച്ചു പെൺകുട്ടിക്ക് അവളുടേതായ ദുഃഖങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ ഓരോ ഓർമ്മകളിൽ ലയിച്ചിരിക്കുന്നത് കാണാം, ചിലപ്പോൾ വിതുമ്പിക്കരയുന്നതും. തീർച്ചയായും അവൾക്കൊരു ഗ്രാമവും വീടും മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. അവരെ ഓർത്തിട്ടാവാം കരച്ചിലും ദുഃഖചിന്തകളും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൾ നല്ലവണ്ണം മിനുങ്ങി, പ്രസരിപ്പും ഓമനത്വവും ഉള്ളവളായി. അവൾ എന്നോട് ഏറ്റവും അധികം ഇണങ്ങുകയും ചെയ്തു. എന്നെ പിരിഞ്ഞുപോയ 2 കുട്ടികൾക്ക് ശേഷം അതിലിരട്ടിയായി ഞാൻ അവളിലേക്ക് സ്നേഹം പകർന്നു. ഞങ്ങൾ 2 പേരും അജ്ഞാതമായ ഒരത്യാഹിതത്തെ എല്ലായ്പ്പോഴും ഭയപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ കുട്ടിയെ ഇത്തവണ ആഗ്നന് വിട്ടുകൊടുക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അയാൾ അവളെ തട്ടിക്കൊണ്ടുവന്നതാവാം. ഇതിനു മുൻപ് കുട്ടികളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും നല്ലതിനായിരിക്കില്ല. എന്തൊക്കെയോ ഭയങ്കര രഹസ്യങ്ങളുണ്ട്. ആ റെഡ് ഇന്ത്യൻ ഗ്രാമീണർ പറഞ്ഞ കഥകൾ ശരിയാണെന്നും എനിക്ക് തോന്നിത്തുടങ്ങി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ചെന്നായ്ക്കളും കഴുക്കളും വസിക്കുന്ന പ്രേതക്കോട്ട. പക്ഷേ ഈ കിഴവനെക്കുറിച്ചോ ആഗ്നണിനെക്കുറിച്ചോ അയാളുടെ ഭാര്യയെക്കുറിച്ചോ അവർ ഒന്നും പറഞ്ഞിരുന്നില്ല. കിഴവനാണ് എന്നെ ഇവിടെ ജോലിക്ക് ക്ഷണിച്ചു വരുത്തിയത്. പക്ഷേ എൻ്റെ ജോലി എന്തെന്ന് ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ആകെക്കൂടി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ആഗ്നൺ കൊണ്ടുവരുന്ന ചാവാറായി കുഞ്ഞുങ്ങളെ വളർത്തി മിടുക്കന്മാരാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ജോലിയെന്ന്. ആയയുടെ പണി. ആദ്യം അപമാനമാണ് എനിക്ക് തോന്നിയത്, പിന്നെ അഭിമാനം. ഈ പരുക്കൻ മനുഷ്യന് ആർതർ ക്രിസ്റ്റിക്ക് നന്നായി കുട്ടികളെ പരിചരിക്കാൻ അറിയാം, അവരെ സ്നേഹിക്കാൻ അറിയാം. കുട്ടികൾ അയാളെയും സ്നേഹിക്കുന്നു. അതിനേക്കാൾ മഹത്തരമായി മറ്റെന്തുണ്ട്? എന്തായാലും ആഗ്നൻ ഈ കുട്ടിയെയും കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്ക് തീർച്ചയായി. അതിനു മുൻപ് അവളെയും കൂട്ടി രക്ഷപ്പെടാൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കി. കാവൽ ഗോപുരത്തിലെ കിഴവനെ ഒരിക്കൽ കൂടി കബളിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു പുലർക്കാലം. നക്ഷത്രങ്ങൾ പൂർണ്ണമായും മറഞ്ഞിരുന്നില്ല. ഇരുട്ടിൻ്റെ അംശം ഭൂമിയിൽ അപ്പോഴും അവശേഷിച്ചിരുന്നു. റോക്കിയുടെ ശിഖരങ്ങൾക്ക് മീതെ ആകാശം വിളറി തുടങ്ങിയിരുന്നു. ഉദയത്തിനു മുൻപേ കോട്ടമതിൽ ചാടിക്കടക്കുമെന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടിയെയും തോളിലേന്തി ഞാൻ മന്ദിരാങ്കണത്തിലെത്തി. കിഴക്ക് ദിക്കിലെ മതിലിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഞാൻ ചുറ്റും നോക്കി. കിഴവനെ കാണാനുണ്ടോ?
ഇത്തവണ കെണി പറ്റരുത്. എങ്ങുമില്ല ചലനം. മന്ദിരം ഒരു പ്രേതകുടീരം പോലെ കാണപ്പെട്ടു. ഞാൻ മതിലിൽ പൊത്തിപ്പിടിച്ചു കയറി. ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ആരുമില്ല. മുകളിൽ കൈയെത്തിപ്പിടിച്ചു. അപ്പോൾ കാലിൽ പാമ്പ് ചുറ്റിയ പോലെ തണുത്ത സ്പർശനം. തിരിഞ്ഞപ്പോൾ കിഴവൻ. ഞെട്ടലോടെ ഞാൻ കാൽ വലിച്ച് കുടഞ്ഞു. അത് വിഫലമായി. താൻ താഴേക്ക് ചാടിയിട്ട് കിഴവൻ്റെ നാഭിയിൽ ആഞ്ഞു തൊഴിച്ചു. അയാൾക്ക് ചലനമൊന്നുമില്ല. കരിങ്കൽ തൂണുപോലെ. കലിപൂണ്ട ഞാൻ അയാളെ ചവിട്ടി അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. എൻ്റെ കൈകാലുകൾ ചതഞ്ഞതു മിച്ചം. കിഴവനൊന്നു മുരണ്ടു. വൈരക്കണ്ണുകൾ ജ്വലിച്ചു. അയാൾ പൈശാചികമായി പല്ലിളിച്ചു. കൂർത്ത വിരലുകൾ, കൂർത്ത നഖങ്ങൾ എൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. കഴുത്തിലത് ഉരുക്ക് കമ്പി പോലെ മുറുകി. ഞാൻ ശ്വാസം വിടാതെ പൊളഞ്ഞു. പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിക്കാനും തുടങ്ങി. കിഴവൻ കഴുത്തിൽ കുത്തിപ്പിടിച്ച് എന്നെ ആഞ്ഞു തള്ളി. ഞാൻ കുട്ടിയെയും കൊണ്ട് മറിഞ്ഞടിച്ചു വീണു. അയാൾ ഒരു പുഴുവിനെ എന്ന പോലെ പാദം കൊണ്ട് തട്ടിയുരട്ടി ഞങ്ങളെ മുറിയിലെത്തിച്ചു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരികെ നടന്നുപോയി. എൻ്റെ ദേഹം നിറയെ ചതവുകളായിരുന്നു. ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദന. പെൺകുട്ടിയെ എൻ്റെ ശരീരത്തോട് ചേർത്ത് അടക്കി പിടിച്ചിരുന്നതിനാൽ അവൾക്ക് അധികം പരിക്കുകൾ ഉണ്ടായില്ല. അന്ന് ഭക്ഷണവുമായി വന്നപ്പോൾ കിഴവന് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. തികഞ്ഞ നിസ്സംഗത. സംഭവിച്ചതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ലെന്ന മട്ട്. അയാളെ തോൽപ്പിക്കുക അസാധ്യമാണെന്ന് എനിക്ക് തോന്നി. കിഴവനൊരു അത്ഭുത പ്രതിഭാസമാണ്. ഒരു ചെകുത്താനാണ്. വലുതാവാനും ചെറുതാവാനും ഇല്ലാതാവാനും ഉണ്ടാവാനും സ്വന്തം പകർപ്പുകൾ സൃഷ്ടിക്കാനും ഏത് സുഷിരത്തിലൂടെയും കടന്നു പോകാനും അയാൾക്ക് കഴിയും. ഒരേ സമയത്ത് പല ഭാഗത്ത് പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. ബിസ്മാർക്കിലെ ഗോമറി സ്ട്രീറ്റിൽ 1313 നമ്പർ വീട്ടിൽ വെച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അയാളുടെ ഒരു പകർപ്പ് കാവൽ ഗോപുരത്തിലുണ്ടായിരുന്നിരിക്കും. എന്നു മാത്രമല്ല, അയാൾ ഉരുക്കു മനുഷ്യനേക്കാൾ ശക്തിമാനുമാണ്. അയാളുടെ കണ്ണു വെട്ടിച്ച് പകൽ സമയത്ത് രക്ഷപ്പെടുക അസാധ്യമാണെന്നുറപ്പായി. ഒരാഴ്ചയോളം ഞാൻ പരുക്കുകളും മരുന്നുമായി അവശതയോടെ കഴിഞ്ഞുകൂടി. ആ സമയത്ത് എന്നെ പരിചരിച്ചതും ആ കൊച്ചു പെൺകുട്ടിയായിരുന്നു. മുതിർന്ന സ്ത്രീയെപ്പോലെ അവൾ എൻ്റെ ക്ഷതങ്ങളിൽ മരുന്ന് പുരട്ടി തലോടി. എനിക്ക് ആഹാരം വിളമ്പിത്തന്നു. എന്നെ ആശ്വസിപ്പിച്ചു. വളരെയധികം ആലോചിച്ചതിനു ശേഷം രക്ഷപ്പെടലിന് ഞാൻ മറ്റൊരു പദ്ധതി തയ്യാറാക്കി. ഇക്കുറി രാത്രി സമയമാണ് രക്ഷപ്പെടാൻ തിരഞ്ഞെടുത്തത്. കിഴവൻ കാവൽ ഗോപുരത്തിൽ ഉറങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഒരു ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഞാൻ പെൺകുട്ടിയെയും കൂട്ടി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പോടെ ഇടനാഴിയിൽ കടന്നു. ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ മന്ദിരാങ്കണത്തിലെത്തി. അധ്യായം 15. മന്ദിരാങ്കണത്തിലൂടെ ഞങ്ങൾ പതുക്കെ മതിലിനരികിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ദൂരെ എവിടെയോ ചിറകടി ഒച്ച കേട്ടു. നടുങ്ങിത്തരിച്ചു നിൽക്കെ അകലെ ഇരുട്ടിൽ നിന്നും 100 കണക്കിന് കഴുകന്മാർ ചിറകടിച്ചെത്തുന്ന ശബ്ദം കേൾക്കാനായി. പിന്നെ ഭീകരമായ മുരളൽ ശബ്ദം, ഓരിയിടൽ. കത്തുന്ന 2 കണ്ണുകൾ ഇരുട്ടിലൂടെ നീന്തി വരുന്നത് കണ്ടു. പുറകെ 2 കണ്ണുകൾ കൂടി. പിന്നെ ഡസൻ കണക്കിന്, 100 കണക്കിന് കണ്ണുകൾ. മുരളൽ ശബ്ദം. കോടിക്കണക്കിന് കടന്നലുകൾ ഇരുമ്പുന്ന ആരവമായി. ചിറകടിയൊച്ചകൾ ഭയാനകമായി മുഴങ്ങി. അനേകം കഴുകന്മാർ ഞങ്ങളുടെ മേൽ പറന്നു വീണു. കൊത്തിവലിച്ചു. അനേകം ചെന്നായ്ക്കൾ ഞങ്ങളുടെ മേൽ ചാടി വീണ് കടിച്ചു കീറി. ഞാൻ അത്യുച്ചത്തിൽ അലറി. പെൺകുട്ടിയുടെ ദയനീയമായ നിലവിളി അതിനേക്കാൾ ഉച്ചത്തിലുയർന്നു. പെൺകുട്ടിയെ കോരിയെടുത്തുകൊണ്ട് ഞാൻ തിരിഞ്ഞു. സകല ശക്തിയും സംഭരിച്ച് കുതറി ഇടനാഴിയിലേക്ക് പാഞ്ഞ എൻ്റെ കാലുകളിൽ ചെന്നായ്ക്കൾ കടിച്ചു തൂങ്ങി. അവറ്റകളെ വലിച്ചിഴച്ചും ചവിട്ടിത്തള്ളിയും കഴുക്കളെ ടോർച്ചുകൊണ്ട് അടിച്ചു ചതച്ചും ഞാൻ മുന്നേറി. കുറെ ചെന്നപ്പോഴേക്കും ഞാൻ വീണുപോയത് ഒരു കണക്കിന് നന്നായി. കഴുകന്മാർക്ക് ആക്രമിക്കുക അസാധ്യമായി. ചെന്നായ്ക്കളെ ചവിട്ടിത്തള്ളാൻ കൂടുതൽ സൗകര്യം കിട്ടുകയും ചെയ്തു. തറയിലൂടെ ഇഴഞ്ഞും വലിഞ്ഞും വല്ല വിധേനയും മുറിയുടെ വാതിൽക്കലെത്തി. പിന്നെ സർവ്വശക്തിയും സംഭരിച്ച് ഒറ്റക്കുതിപ്പിന് മുറിക്കുള്ളിൽ കടന്നു. ചെന്നായ്ക്കളും കഴുകന്മാരും ഏതോ അദൃശ്യശക്തി തടഞ്ഞിട്ടെന്ന വണ്ണം മുറിയിലേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ നിന്നതേയുള്ളൂ. ഞാനുടനെ വാതിൽ വലിച്ചടച്ചു. അതോടെ ശബ്ദങ്ങളെല്ലാം നിലച്ചു. കുട്ടി എന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ദേഹത്തെ മുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഞങ്ങളുടെ മുറിവുകൾ കഴുകി മരുന്ന് പുരട്ടി. ഒരക്ഷരം മുരിയാടിയില്ല. ഭയന്നു വിറച്ചിട്ട് ശബ്ദിക്കാനുള്ള കരുത്തുകൂടി അവൾക്ക് നഷ്ടമായി. ആ ചെന്നായ്ക്കളും കഴുക്കളും എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനു മുൻപ് ഒരിക്കലും ബ്ലാക്ക് വാലിയിൽ വെച്ച് അവയിലൊന്നിനെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. അവറ്റകൾ മുറിയിൽ കയറാതിരുന്നത് അത്ഭുതകരമായി തോന്നി. ആഗ്നനെയും കിഴവനെയും ഇവറ്റകൾ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കാത്തതെന്നും പകൽ നേരത്ത് ഇവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും ഞാൻ ആലോചിച്ചു.
ഏതായാലും എൻ്റെ രക്ഷപ്പെടൽ ശ്രമം തകർന്നു. പിറ്റേന്ന് വളരെ വൈകിയാണ് ഞങ്ങൾ ഉറക്കമുണർന്നത്. കിഴവൻ മുറിയിൽ ഭക്ഷണം എത്തിച്ചിരുന്നു. അയാൾ എങ്ങനെ മുറിയിൽ കിടന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞു. എന്തു വന്നാലും ബ്രോൾ ആഗ്നന് പെൺകുട്ടിയെ വിട്ടുകൊടുക്കുകയില്ലെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. ഈ കോട്ടയിൽ നിന്ന് രക്ഷ നേടുക അസാധ്യമാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരിക്കലും ഒളിച്ചോടാൻ സാധ്യമല്ല. പകൽ കിഴവൻ കാവലുണ്ടാകും, രാത്രിയിൽ ചെന്നായ്ക്കളും കഴുക്കളും. റെഡ് ഇന്ത്യൻ ഗ്രാമീണർ പറഞ്ഞതൊന്നും കിട്ടുകഥയല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രേതങ്ങൾ മാത്രം നിവസിക്കുന്ന കൊട്ടാരമാണിത്. ആഗ്നൻ പ്രേതമായിരിക്കാം, കിഴവനും പ്രേതമായിരിക്കാം. ചെന്നായ്ക്കളും കഴുക്കളും അവരുടെ ആജ്ഞാനുവർത്തികളായ ദുഷ്ടാത്മാക്കളും പാവപ്പെട്ട റെഡ് ഇന്ത്യൻ ഗ്രാമീണരുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് അവരുടെ രക്തവും മാംസവും ഭക്ഷിച്ചാവും ഈ പ്രേതങ്ങൾ ജീവിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ പ്രേതാത്മാക്കളെ ഭയന്ന് ആ കോട്ടയെ ഭയന്നു, ബ്ലാക്ക് വാലിയെ ഭയന്നു. ഇവിടെ നിന്നും ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് ആദ്യമായി എനിക്ക് തോന്നി. അപ്പോഴും നേരിയൊരു പ്രതീക്ഷ അവശേഷിച്ചു. കരാറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ എന്നെ വിട്ടയച്ചേക്കും. അതിനു മുൻപ് ആഗ്നൻ വന്ന് പെൺകുട്ടിയെ കൊണ്ടുപോകും എന്നതും തീർച്ചയാണ്. പക്ഷേ അയാളോട് ഞാൻ കാര്യം പറയും. കുട്ടിയെ കൊണ്ടുപോകരുതെന്ന്. അയാൾ ബലം പ്രയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആയുധമെടുക്കും. എൻ്റെ കയ്യിൽ പിസ്റ്റളും റൈഫിളുമുണ്ട്. ആഗ്നൻ, ഭാര്യ, കിഴവൻ, 3 വെടിയുണ്ട് ധാരാളം. അത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ തടസ്സമൊന്നുമില്ല. ധാരാളം സംശയങ്ങൾ മനസ്സിനെ അലട്ടിയിരുന്നുവെങ്കിലും ആ മന്ദിരത്തിലുള്ളവർ മനുഷ്യരാണെന്ന് കരുതാനായിരുന്നു എനിക്ക് ഇഷ്ടം. മാന്ത്രിക ശക്തിയുള്ള മനുഷ്യർ, അസാധാരണമായ കായബലവും മനോബലവുമുള്ളവർ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ തികച്ചും നാടകീയമായി ബ്രോൾ ആഗ്നനും ഭാര്യയും എൻ്റെ മുറിയിൽ കടന്നുവന്നു. അവരെ കണ്ടതോടെ പെൺകുട്ടി വിറച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ആഗ്നൻ കുട്ടിയെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു. കുട്ടിയെ ഞാൻ തരില്ല, ശാന്തത വിടാതെ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാൽ മതി. ആഗ്നൻ പറഞ്ഞു. എന്താണ് എൻ്റെ ജോലി? നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്തോ അത്. ആയയുടെ പണിയോ? അതിന് വേറെ സ്ത്രീകളെ നോക്കണം ആഗ്നൻ. എന്നെ അതിന് കിട്ടുകയില്ല. സ്ത്രീകൾക്ക് ഇവിടെ താമസിക്കാനുള്ള ധൈര്യമുണ്ടാവുകയില്ലെന്നറിഞ്ഞല്ലേ നിങ്ങളെ നിയമിച്ചത്. എന്നാൽ ആ ജോലി തുടരാൻ എനിക്കിന് സാധ്യമല്ല. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് തുടരുക തന്നെ ചെയ്യും. അതിനാണ് ഞാൻ നിങ്ങൾക്കും ശമ്പളം തരുന്നത്. തൽക്കാലം കുട്ടിയെ വിട്ടുതരൂ. അവസാനമായി ഒരു അനുരഞ്ജന ശ്രമം കൂടി നടത്താൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് ശമ്പളമായി $1 പോലും തരേണ്ട. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ ശമ്പളമൊന്നുമില്ലാതെ 3 വർഷം ഞാനിവിടെ പണിയെടുക്കും. ഞാൻ ഉടമ്പടി എഴുതി കയ്യൊപ്പിടാം. പക്ഷേ നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകരുത്. നിങ്ങൾ 100 കൊല്ലത്തെ കരാർ എഴുതി തന്നാലും ഞാൻ ഈ കുട്ടിയെ ഇന്ന് കൊണ്ടുപോകും. നിങ്ങൾ ഇവളെ കൊണ്ടുപോവുകയില്ല. ഞാൻ കലിപൂണ്ട് അലറി. നിനക്ക് ആർതർ ക്രിസ്റ്റിയെ ശരിക്കറിഞ്ഞുകൂടാ. ആഗ്നൻ്റെ മുഖം ഭയാനകമായി. അയാളുടെ ഭാര്യ ചെന്നായെപ്പോലെ മുരണ്ടുകൊണ്ട് കുട്ടിയെ സമീപിച്ചു. തുടരുത്. മേശയിൽ നിന്നും പിസ്റ്റൾ എടുത്തിട്ട് ഞാൻ അലറി. കുട്ടി എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. ആഗ്നനും ഭാര്യയും അല്പം ശങ്കിച്ചതുപോലെ തോന്നി. ആഗ്നൻ പെട്ടെന്ന് മുന്നോട്ടഞ്ഞ് കുട്ടിയെ പിടിക്കാൻ കൈനീട്ടി. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. തോക്ക് ആഗ്നൻ്റെ ചെന്നിയിലേക്ക് നീട്ടി. 1, 2, 3. ഓരോ മുഴക്കവും ഞാൻ എണ്ണുന്നുണ്ടായിരുന്നു. അടുത്തത് അയാളുടെ ഭാര്യയുടെ നെറ്റിയിലേക്ക്. അതും എണ്ണിക്കൊണ്ട് തന്നെ. വെടിയുടെ ശബ്ദം മന്ദിരത്തിലും താഴ്വരയിലും വല്ലാതെ പ്രതിധ്വനിച്ചു. ഒരു വെടി പോലും ലക്ഷ്യം പിഴച്ചിട്ടില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അത്രയടുത്തായിരുന്നു എൻ്റെ ഇരകൾ. വെടിയൊച്ചകൾക്ക് ശേഷം ഭയാനകമായ ഒരു നിശബ്ദത അവിടെ വ്യാപിച്ചു. എൻ്റെ കണ്ണുകളിലെ ഉന്മാദത്തീ കെട്ടടങ്ങി. പുകപടലങ്ങൾക്കിടയിലൂടെ ഞാൻ നടുക്കത്തോടെ അവരെ നോക്കി. അവർ ആർത്തനാദത്തോടെ തറയിൽ വീണു പിടയുന്നത് ഓരോ നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ആഗ്നനും ഭാര്യയും ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ നേർക്ക് തുറച്ചുനോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ചോരക്കട്ട പോലെ 2 മുഖങ്ങൾ, കനൽ പോലെ കണ്ണുകൾ. ഒരു ഇടിമുഴക്കമുണ്ടായെന്ന് തോന്നി. വൈദ്യുതാഘാതമേറ്റതുപോലെ ഞാൻ തെറിച്ചു വീണു. പതുക്കെ പതുക്കെ ബോധം നശിക്കുകയാണെന്ന് അനുഭവപ്പെട്ടു. ആ കോട്ട പ്രകമ്പനം കൊള്ളുകയാണ്. പെട്ടെന്ന് എല്ലാം നിലച്ചു. സമുദ്രങ്ങൾക്കപ്പുറത്തു നിന്നും കടന്നു വരുന്ന ഒരു ദീനവിലാപം മാത്രം അവശേഷിച്ചു. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. മുൻറിയിൽ ആരുമില്ല. എൻ്റെ കുഞ്ഞെവിടെ? ദൂരെ എങ്ങു നിന്നോ കരച്ചിൽ. വാതിൽ ചാടിക്കിടന്ന് ഞാൻ ഇടനാഴിയിലേക്ക് ഇറങ്ങി. കരച്ചിൽ കേട്ട ദിക്കിലേക്ക് അതിവേഗം പാഞ്ഞു. ഇരുട്ടിലൂടെ, ഇടനാഴിയുടെ വളവുകളിലൂടെ, പിരിവുകളിലൂടെ ഭ്രാന്തമായ വേഗതയിൽ.
ഒടുവിൽ ആ വാതിലിനു മുൻപിൽ വെളിച്ചം കണ്ടു. ഞാൻ പെട്ടെന്ന് നിന്നു. കാലൊച്ച കേൾപ്പിക്കാതെ വാതിലിനു പിന്നിൽ ചെന്നു. വിശാലമായൊരു ഹാളിൻ്റെ ഉയർന്ന ഭാഗത്ത് ബ്രോൾ ആഗ്നനും ഭാര്യയും നിൽക്കുന്നത് കണ്ടു. അവരുടെ അരികിൽ കാവൽ ഗോപുരത്തിലെ കിഴവൻ, കിഴവിൻ്റെ പിറകിൽ ഭീമാകാരന്മാരായ ചെന്നായ്ക്കൾ, അതിനു പിന്നിൽ കൂറ്റൻ ചിറകുകൾ വിടർത്തുകയും ഒതുക്കുകയും ചെയ്തുകൊണ്ട് കഴുക്കൾ. ആഗ്നൻ ഹാളിന് അഭിമുഖമായി തിരിഞ്ഞു. അയാൾ എൻ്റെ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ പിടച്ചിൽ നിലച്ചിരുന്നു. ആഗ്നൻ അവളുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്നത് കണ്ടു. ഞാൻ ഞെട്ടിത്തെറിച്ചു. മുറിഞ്ഞ കഴുത്തിൽ മുഖം ചേർത്ത് അയാൾ ചോര ഈമ്പി കുടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ആഗ്നൻ്റെ ഭാര്യ തിരിഞ്ഞു. നീണ്ടു കൂർത്ത നഖങ്ങൾ കൊണ്ട് കുട്ടിയുടെ നെഞ്ചു വലിച്ചു പൊളിച്ചു. പിടഞ്ഞു തെറിക്കുന്ന ജീവനിലേക്ക് ആർത്തിയോടെ അവൾ മുഖമമർത്തി വലിച്ചു കുടിക്കുന്ന ശബ്ദം. ഇത്രയും ഭയാനകമായൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. എൻ്റെ തലച്ചോറ് മരവിച്ചു പോയി. ചോര തണുത്തുറഞ്ഞു. ശബ്ദിക്കാനാവാതെ, ചലിക്കാനാവാതെ വിറങ്ങലിച്ച് മൃതദേഹം പോലെ. പിന്നെ ഞാൻ കണ്ടത് ആഗ്നൻ കുട്ടിയുടെ കൈകാലുകൾ വലിച്ചു കീറുന്നതാണ്. അയാളത് പിച്ചി ചിന്തി അനേകം കഷ്ണങ്ങളാക്കി കിഴവനും ചെന്നായ്ക്കൾക്കും കഴുക്കൾക്കും എറിഞ്ഞുകൊടുത്തു. കിഴവന് ഒരു കൈയാണ് കിട്ടിയത്. അയാൾ ആദ്യം വിരലുകൾ കടിച്ചു പൊട്ടിച്ച് ചവച്ചരച്ച് തിന്നു. പിന്നെ കൈത്തലവും കൈത്തണ്ടയും വായിലേക്ക് തിരികെ തിന്നുകൊണ്ടിരുന്നു. ഒരു ഭീകര നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണുകയാണെന്നും വിശ്വസിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിഭയാനകമായ ഒരു രംഗമാണ് ഇപ്പോൾ അഭിനയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഹൊറർ ചിത്രം കാണുകയാവാം. ഇനി വേറൊരു സീനായിരിക്കാം. അപ്പോൾ ഒരു ഗാനം കേൾക്കാം. അല്ലെങ്കിൽ ഒരു പ്രണയരംഗം കാണാം. ഈ സീനും കഥാപാത്രങ്ങളും മറ്റും മരവിപ്പ് പൊടുന്നനെ പൊട്ടിത്തെറിച്ചു. നായ് ഓരിയിടും പോലെ ഞാനൊന്ന് കൂവിക്കരഞ്ഞതായി ഓർക്കുന്നു. പിന്നെ സകല കരുത്തും പാദങ്ങളിൽ സംഭരിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഇടനാഴിയുടെ പെരുവുകളിൽ ചുമരുകളിൽ തട്ടി ഞാൻ പലവട്ടം വീണു. പിടഞ്ഞെണീറ്റ് വീണ്ടും പാഞ്ഞു. അധികം മുന്നേറാൻ എനിക്ക് സാധിച്ചില്ല. അതിനു മുൻപേ ചെന്നായ്ക്കൾ എൻ്റെ മേൽ ചാടി വീണു. കഴുക്കൽ കൊത്തിച്ചിന്തി. പിന്നെ 2 തീപ്പന്തങ്ങൾ ഇരുട്ടിലൂടെ നീന്തി വരുന്നത് കാണായി. ചെന്നായ്ക്കളും കഴുക്കളും എങ്ങോ പോയൊളിച്ചു. തണുത്തു മെല്ലിച്ച കരങ്ങൾ എന്നെ പിടികൂടി. രക്തം പുരണ്ട പല്ലുകളും മുഖവും ഞാൻ കണ്ടു. പിന്നെയൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അധ്യായം 15. ബോധമുണർന്നപ്പോൾ ഞാൻ കിടക്കയിലായിരുന്നു. മുറിയിൽ ഇരുട്ടില്ല. കത്തുന്ന കണ്ണുകളില്ല. ചെന്നായ്ക്കളും കഴുകന്മാരുമില്ല. ശൂന്യം. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മയിൽ പതുക്കെ പതുക്കെ തെളിഞ്ഞു വന്നു. എൻ്റെ കുട്ടിയെ അവർ വലിച്ചു കീറിയതും ചോര കുടിച്ചതും പങ്കുവച്ചു തിന്നതും നടുക്കത്തോടെ ഞാൻ ഓർത്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം അന്ത്യം ഇങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഭീതിയോടെ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ എനിക്ക് കഴിഞ്ഞില്ല. ദേഹം മുഴുവൻ ആന ചവിട്ടിച്ചതച്ചതുപോലെയുള്ള വേദന. സന്ധിബന്ധങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണെന്ന് തോന്നി. ഞാൻ വീണ്ടും ഏകനായി. എന്നെ ആശ്വസിപ്പിച്ചും എന്നോട് കളിച്ചും ചിരിച്ചും എൻ്റെ ജീവൻ്റെ ഭാഗമായി തീർന്നിരുന്ന ആ കൊച്ചുകിളി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ സംശയങ്ങളൊക്കെ നീങ്ങി. എൻ്റെ വിഡിതം ബോധ്യപ്പെട്ടു. സ്വാംബോ ഗ്രാമത്തിലെ വൃദ്ധനും റെഡ് ഇന്ത്യൻ ഗ്രാമീണരും പറഞ്ഞതെല്ലാം സത്യമാണെന്നും മനസ്സിലായി. അവർ പറഞ്ഞതിനേക്കാൾ ഭയങ്കരമാണിവിടം. പിശാചുക്കളുടെ താഴ്വര. പിശാചുക്കൾ മാത്രം വസിക്കുന്ന കോട്ട. റെഡ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോകുന്ന ഭീമാകാരന്മാരായ ചെന്നായ്ക്കളും കഴുകന്മാരും അവരുടെ രക്തവും മാംസവും ഭക്ഷിക്കുന്ന ആഗ്നനും ഭാര്യയും കിഴവനും. പിശാചുക്കളുടെ ഇടയിലാണ് ഞാൻ ഇത്രനാൾ ജീവിച്ചത്. ഇനി ജീവിക്കേണ്ടത്. മനുഷ്യരക്തവും മനുഷ്യമാംസവും ഭുജിച്ച് ജീവിച്ചു പോരുന്ന രക്തരക്ഷസുകൾ. സ്വാംബോയിലെ വൃദ്ധൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തു. ബ്ലാക്ക് വാലിയിലേക്ക് പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആർക്കും തിരിച്ചു വരാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായി. ഇനിയൊരിക്കലും എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും. രക്തരക്ഷസുകൾ അവസാനം എന്നെയും ഭക്ഷിക്കും. ഭൂമിയേക്കാൾ ശക്തിമാന്മാരാണ് അവർ. ആയുധങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എങ്കിലും ഒരു പ്രത്യാശ എന്നിൽ ബാക്കി നിന്നു. 6 മാസത്തെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ എന്നെ വിട്ടയച്ചേക്കും. പക്ഷേ പിശാചുക്കളുമായുള്ള ഉടമ്പടിയല്ലേ. 6 മാസത്തെ കാലാവധി കഴിഞ്ഞാൽ അവർ എന്നെ കൊന്നു ഭക്ഷിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഇത്രത്തോളം ഞാൻ ഭയന്നിട്ടില്ല. ഭീതി 1000 നഖമുനകൾ എന്നിലേക്ക് ആഴ്ത്തി. എന്നെ പിച്ചു ചീന്തി. ഭയത്തിൻ്റെ ഉടലാർന്ന രൂപം മാത്രമായി ഞാൻ. ആർക്കും വഴങ്ങാത്ത, ആരെയും കൂസാത്ത, ധീരനും ചങ്കൂറ്റം നിറഞ്ഞവനുമായ ആർതർ ക്രിസ്റ്റി എന്നിൽ തന്നെ മരിച്ചു വീണു. പകരം സകലതിനെയും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ ഒരു ക്രിസ്റ്റി രൂപമെടുത്തു.
കാരണം രക്തരക്ഷസുകളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. കിഴവൻ ഭക്ഷണവുമായി വരുന്നത് കാണുമ്പോൾ ഞാൻ അയാളെ ഭീതിയോടെ തുറച്ചു നോക്കും. അനേകം വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അതെന്ന് ഓർക്കുമ്പോൾ ചോര തണുക്കുന്നതുപോലെ തോന്നും. അയാൾ എൻ്റെ കുഞ്ഞിൻ്റെ വിരലുകൾ കടിച്ചു പൊട്ടിച്ചു തിന്നത് ഓർമ്മ വരും. രക്തരക്ഷസാണെന്നറിഞ്ഞുകൊണ്ട് അയാളെ അഭിമുഖീകരിക്കുന്നത് പോലെ ഭീകരമായ ഒരനുഭവം വേറെയില്ല. എൻ്റെ ദേഹമാകെ ക്ഷതങ്ങളും മുറിവുകളുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അടുത്ത ദിവസം എനിക്ക് പനി പിടിപെട്ടു. അതോടൊപ്പം ഒരുതരം ഉന്മാദവും. രാവും പകലും ഞാൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് കിടന്നു. ചിലപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ പാഞ്ഞു നടക്കും. സാധനങ്ങളൊക്കെ തട്ടിത്തകർക്കും. ചുമരുകൾ ചവിട്ടിമറിക്കാൻ ശ്രമിക്കും. ജ്വരം കടുത്തതോടെ എഴുന്നേൽക്കാൻ വയ്യെന്നായി. തുള്ളിപ്പിടയുന്ന പനി. ഇടയ്ക്കിടെ ബോധം മറയും, വീണ്ടും തെളിയും. അങ്ങനെ ഒരാഴ്ചയോളം കിടന്നു. ക്രമേണ പനി വിട്ടുമാറി. എനിക്ക് എഴുന്നേറ്റ് നടക്കാമെന്നായി. ഏറ്റവും സവിശേഷമായ വസ്തുത എൻ്റെ മനസ്സിനെ വല്ലാത്തൊരു മരവിപ്പ് ബാധിച്ചു എന്നതാണ്. ആരോടും സ്നേഹവും വെറുപ്പുമില്ലാത്ത ഒരു മാനസികാവസ്ഥ. ഒന്നിനെയും ഭയമില്ല. രക്തരക്ഷസുകളോട് പേടിയോ പകയോ ഒന്നുമില്ല. മരണഭയവും അവസാനിച്ചു. ഞാൻ പൂർണ്ണമായും നിർവികാരനായി തീർന്നു. കിഴവനെ പിന്നീട് ഞാൻ ഭയന്നില്ല. അയാൾ എന്നും എനിക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. ഒരു ദിവസം രാത്രിയിൽ ബ്രോൾ ആഗ്നൻ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിർവികാരനായി കിടന്നു. അയാൾ എൻ്റെ കട്ടിലിനരികിൽ കസേര വലിച്ചിട്ടിരുന്നു. അതൊരു രക്തരക്ഷസാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും എനിക്ക് ഭയം തോന്നിയില്ല. അയാൾ കുറേ സമയം മിണ്ടാതിരുന്നു. ഞാനും. ഞങ്ങൾക്കിടയിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു മെഴുകുതിരി നാളവും. സംഗതികളെല്ലാം മനസ്സിലായി കാണുമല്ലോ, ആഗ്നൻ പറയാൻ തുടങ്ങി. സ്വാംബോയിലെ വൃദ്ധൻ പറഞ്ഞ കഥകൾ സത്യമാണ്. റെഡിൻഡൻ ഗ്രാമീണർ നൂറ്റാണ്ടുകളായി പറഞ്ഞു പോരുന്ന കഥകൾ സത്യമാണ്. രക്തരക്ഷസുകളുടെ താവളമാണ് ബ്ലാക്ക് വാലി. ഞങ്ങൾ മനുഷ്യരുടെ രക്തവും മാംസവും ഭക്ഷിച്ചാണ് അനേകം നൂറ്റാണ്ടുകളായി ജീവിച്ചു പോരുന്നത്. കാവൽ ഗോപുരത്തിലെ കിഴവൻ മാത്രമേ ഇവിടെ മനുഷ്യനായി ശേഷിക്കുന്നുള്ളൂ. അതെനിക്ക് വിശ്വസിക്കാനാവാത്തൊരു അറിവായിരുന്നു. ആ കിഴവൻ പന്നി ഒരു മനുഷ്യനാണത്രേ. എൻ്റെ അത്ഭുതവും അമ്പരപ്പും കണ്ടിട്ടാവണം ഇങ്ങനെ വിശദീകരിച്ചു. മനുഷ്യൻ്റെ ശരീരം മാത്രമേ അയാൾക്കുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചു പോകേണ്ടയാളായിരുന്നു കിഴവൻ. നിങ്ങളെപ്പോലെ ഇവിടെ എത്തിയതാണ് അയാളും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോകേണ്ട മനുഷ്യൻ. എന്നിട്ടും അയാളൊരു രക്തരക്ഷസല്ല, മനുഷ്യനാണത്രേ. എൻ്റെ കുട്ടിയുടെ കൈ കടിച്ചു പൊട്ടിച്ച് തിന്നുന്ന രംഗം പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവിടേക്ക് സാഹസികരായ അന്വേഷകരുടെ ശല്യമുണ്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അയാളെ കോട്ടയുടെ കാവൽക്കാരനാക്കി. ഞങ്ങളുടെ ശക്തിവിശേഷങ്ങൾ അയാളിലേക്ക് പകർന്നു. ഇന്ന് ശരീരം മാത്രമേയുള്ളൂ മനുഷ്യൻ്റേതായി. പക്ഷേ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാലത്തിനോ ആയുധങ്ങൾക്കോ സാധിക്കുകയില്ല. അയാളുടെ മനസ്സും ചിന്തകളും അയാളുടെ ഞരമ്പുകളിലോടുന്ന ചോരയും ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ ശക്തി നാമാവശേഷമാകുമ്പോൾ മാത്രമേ അയാൾക്ക് മരണമുള്ളൂ. പക്ഷേ അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരല്പവിരാമത്തിന് ശേഷം അയാൾ തുടർന്നു. ഇവിടെ എത്തിയവർ ആരും തിരിച്ചു പോയിട്ടില്ല. അവരെല്ലാം ഞങ്ങളുടെ ആഹാരമായി തീർന്നു. നിങ്ങൾക്കും ഒരിക്കലും ഈ കോട്ടയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുകയില്ല. ജരാനരകൾ ബാധിക്കുന്നതുവരെ നിങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ചെയ്ത് ഇവിടെ ജീവിക്കും. അതിനുശേഷം നിങ്ങളെയും ഞാൻ മരണമില്ലാത്ത ഒരു കിഴവനാക്കി മാറ്റും. എൻ്റെ ആജ്ഞാനുവർത്തിയായി എല്ലാ കാലങ്ങളിലും നിങ്ങളിവിടെ തുടരും. ഒരു രക്തരക്ഷസിൻ്റെ പൈശാചിക ശക്തികളെല്ലാമുള്ള മറ്റൊരു കിഴവൻ, ആർതർ ക്രിസ്റ്റി എന്ന കിഴവൻ. അയാൾ പതുക്കെ പല്ലിളിച്ചു. രക്തരക്ഷസിൻ്റെ ചിരി. അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു. നിങ്ങൾ പിശാചുക്കളാണെങ്കിലും ഒരു ഉടമ്പടി എഴുതിയിട്ടുണ്ടല്ലോ, 6 മാസത്തെ കരാർ. അതിന് യാതൊരു വിലയുമില്ലേ? ഞാൻ തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു. ഉടമ്പടിക്ക് വിലയുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വന്നതും ജോലി തുടരുന്നതും. കരാർ 6 മാസം കൊണ്ട് തീരും. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും. സ്വതന്ത്രനാകുന്ന നിങ്ങളെ ഒരു തടവുകാരനാക്കിയ ശേഷം ആയുഷ്കാല ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ പരിപാടി കൊള്ളാം. ഒന്നാന്തരം. ചെകുത്താൻ കുഞ്ഞുങ്ങളിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ലല്ലോ. നോക്ക ആഗ്നൻ, നിങ്ങൾക്കെന്നെ ആ കിഴവനെപ്പോലെ ആക്കി തീർക്കാനൊന്നും ഒരിക്കലും സാധിക്കുകയില്ല. അതിനു മുൻപ് ഒരു സുന്ദരൻ ആത്മഹത്യയിലൂടെ ഞാൻ രക്ഷപ്പെടും. അതാവാം, ആഗ്നൻ പറഞ്ഞു. അതിനു മുൻപ് ഞങ്ങൾ നിങ്ങളെ കൊന്നു ഭക്ഷിച്ചുവെന്നും വരാം. അതുവരെ നിങ്ങൾ ജോലി തുടർന്നേ പറ്റൂ. ഒന്നുകിൽ നിങ്ങളെപ്പോലെ ധൈര്യവാനായ ഒരാൾ പുതുതായി ഈ ജോലി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഭക്ഷണം കിട്ടാതാവണം. ജോലി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറായേ പറ്റൂ. ആ പിശാചുക്കൾക്ക് ഭക്ഷണമായി തീരാൻ ഞാൻ ആഗ്രഹിച്ചില്ല.
രക്ഷപ്പെടാനും മനുഷ്യർക്കിടയിൽ പോയി ജീവിക്കാനുമുള്ള മോഹം എന്നിൽ അവശേഷിച്ചിരുന്നു. നിങ്ങൾ ജോലി ചെയ്താൽ മതി, സ്നേഹിക്കാനൊന്നും പോകണ്ട. ജോലിക്ക് വീഴ്ച വരുത്താതിരുന്നാൽ ആരും നിങ്ങളെ ഉപദ്രവിക്കാനും വരില്ല. ആഗ്നൻ മുറി വിട്ടുപോയി. അടുത്ത ദിവസം ഉറക്കമുണർന്നപ്പോൾ അടുത്ത കട്ടിലിൽ ഒരു റെഡ് ഇന്ത്യൻ കുഞ്ഞ് മയങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ജോലി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ആഗ്നൻ പറഞ്ഞതുപോലെ ഞാൻ ആരെയും സ്നേഹിക്കാൻ പോയില്ല. നിർവികാരനായി എൻ്റെ ജോലി ചെയ്തു. ഒരു യന്ത്രത്തെ പോലെ. യന്ത്രത്തിന് അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഇന്ധനം മാത്രം മതി. ആ കുട്ടിയെ വളർത്തി പുഷ്ടിപ്പെടുത്തി ആഗ്നന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അല്പം പോലും ദുഃഖം തോന്നിയില്ല. വീണ്ടും മറ്റൊരു കുഞ്ഞിനെ കിട്ടി. അങ്ങനെ അനേകം കുഞ്ഞുങ്ങളെ ഞാൻ പരിചരിച്ചു. അവരിൽ 1 വയസ്സ് പോലും തികയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 1-നും 5-നും ഇടയ്ക്കും 5-നും 12-നും ഇടയ്ക്കും പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരിൽ വിരൂപകളും ഓമനത്തമുള്ളവരുമുണ്ടായിരുന്നു. അവരിൽ ചിലർ എന്നെ ഭയന്നു, ചിലർ എന്നെ സ്നേഹിച്ചു. ഭയന്നു മരിച്ച കുട്ടികളുണ്ട്. അങ്ങനെ മരിച്ച് കുഞ്ഞുങ്ങളുടെ ജഡം കാവൽ ഗോപുരത്തിൽ കൊണ്ടുചെന്നു വെച്ച് കിഴവൻ തനിയെ തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രോൾ ആഗ്നൻ ചില രാത്രികളിൽ കുശലാന്വേഷണത്തിന് എൻ്റെ മുറിയിൽ വരുമായിരുന്നു. നഗരജീവിതത്തെക്കുറിച്ച് അയാൾക്കറിയണം. നഗരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ധാരാളമുണ്ടെന്നറിഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ആർത്തി. നഗരത്തിലെത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ കൂടെ കൂടെ കൊതിച്ചു പറയുമായിരുന്നു. പിന്നീട് അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങി. ബിസ്മാർക്കിൽ ഗോമറി തെരുവിലുള്ള 1313 നമ്പർ വീട്ടിൽ എത്തിച്ചേരാനായിരുന്നു പരിപാടി. ആ പ്രേതഭവനത്തിൽ വച്ചാണല്ലോ എൻ്റെ ഇൻ്റർവ്യൂ നടന്നത്. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ആഗ്നൻ പൂർത്തിയാക്കി. പക്ഷേ യാത്ര എന്നേക്കുമായി ഞാൻ മുടക്കി. അക്കഥയാണ് എനിക്ക് പറയാനുള്ളത്. അത് വഴിയെ പറയാം. ഒരു രാത്രിയിൽ ആഗ്നൻ്റെ ഭാര്യ തനിച്ച് എൻ്റെ മുറിയിൽ വന്നു. ഞാൻ മയങ്ങുകയായിരുന്നു. തണുത്ത സ്പർശനമറിഞ്ഞ് ഞാൻ ഞെട്ടിയുണർന്നു. മെഴുകുതിരി അണഞ്ഞിരുന്നില്ല. ആ പിശാചിനി അവളുടെ തണുത്തു മരവിച്ച ശരീരം കൊണ്ട് എന്നെ പൊതിയുകയായിരുന്നു. ഞാൻ അവളെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ലോഹവളയം പോലെ അവൾ എന്നിൽ ചുറ്റിപ്പിണഞ്ഞു. പച്ചമാംസത്തിൻ്റെയും ചോരയുടെയും ഗന്ധം നാസികയിൽ അടിച്ചു കയറി. അവളുടെ മരവിച്ച ചുണ്ടുകൾ എൻ്റെ മുഖത്തിഴഞ്ഞുകൊണ്ടിരുന്നു. കഴുത്തിൽ അവളുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയപ്പോൾ ഞാൻ പിടഞ്ഞു കുതിരാൻ ശ്രമിച്ചു. ഇതെല്ലാം വിഫലമായി. അധ്യായം 17. ഞാനൊരു മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എൻ്റെ ഞരമ്പുകളിൽ നിന്നും രക്തം വാർന്നു പോകുന്ന ശബ്ദം നേർത്തു കേൾക്കാമെന്ന് തോന്നി. വാതിൽക്കൽ നിന്നും ഭീകരമായൊരു മുരൾച്ച കേട്ടപ്പോൾ ഞാൻ കൺപോളകൾ ഉയർത്താൻ ശ്രമിച്ചു. ആഗ്നൻ പാഞ്ഞു വരുന്നതും ഭയാനകമായി ഗർജിച്ചുകൊണ്ട് ആ പിശാചിനിയെ ചുരുട്ടിക്കൂട്ടി ഇടന്ന അഴിയിലേക്ക് എറിയുന്നതും മിന്നായം പോലെ കണ്ടു. അവൾ നിലവിളിച്ചുകൊണ്ട് ഇടന്ന അഴിയിലൂടെ ഓടിപ്പോകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആഗ്നൻ എൻ്റെ നേർക്ക് നോക്കി അല്പനിമിഷം നിന്നു. ഇനിമേൽ ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മുറിവിട്ടുപോയി. സംഭവിച്ചത് എന്താണെന്ന് എനിക്കപ്പോഴും മനസ്സിലായില്ല. വല്ലാത്ത തളർച്ച തോന്നിയിരുന്നു. കഴുത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അവിടെ തടവി നോക്കി. മുറിഞ്ഞ ഞരമ്പിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. ആഗ്നൻ അപ്പോൾ എത്തിയില്ലെങ്കിൽ രക്തം മുഴുവൻ വലിച്ചു കുടിച്ച് അവൾ എന്നെ കൊല്ലുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമായി. മൃതദേഹത്തിൻ്റേതുപോലുള്ള അവളുടെ ശരീരത്തിൻ്റെ തണുപ്പും മരവിപ്പും എൻ്റെ ശരീരത്തെ കൂടി ബാധിച്ചിരുന്നു. അവളുടെ ശരീരം എന്നെ ചുറ്റിപ്പിണഞ്ഞു കിടന്നതും അവളുടെ തണുത്തു മരവിച്ച ചുണ്ടുകൾ എൻ്റെ മുഖത്തിഴഞ്ഞതും ഞാൻ അറപ്പോടെ ഓർമ്മിച്ചു. പിന്നെ പച്ചമാംസത്തിൻ്റെയും ചോരയുടെയും ഗന്ധവും. ഏതായാലും എൻ്റെ കുറേ രക്തം അവൾ വലിച്ചു കുടിച്ചുവെന്നത് ഉറപ്പായിരുന്നു. ആ ക്ഷീണവും തളർച്ചയും ഏതാനും ദിവസത്തേക്ക് തുടർന്നു. ധാരാളം കുട്ടികളെ ഞാൻ പിന്നെയും പരിചരിച്ചു. ഞാൻ ശമ്പളമെല്ലാം പെട്ടിയിൽ അടുക്കി വെച്ചു. എന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അന്ന് ഞാനൊരു ധനികരായിരിക്കണം. ബ്ലാക്ക് വാലിയിലെ എൻ്റെ ദിവസങ്ങൾ, മാസങ്ങൾ, വരണ്ട പകലുകൾ, പക്ഷികളില്ലാത്ത ആകാശം, ജീവികളില്ലാത്ത വിജനഭൂമി, നട്ടുച്ചയ്ക്കും ഇരുണ്ട നിഴലുകളെ സൂക്ഷിക്കുന്ന പർവ്വതങ്ങൾ, നിശബ്ദമായ താഴ്വരകൾ. ഞാൻ അവയുമായി ലയിച്ചു ചേർന്നു. അങ്ങനെ തുടരവേ നിർണായക ദിവസമെത്തി. ബ്ലാക്ക് വാലിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം. ആ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളവും ഇവിടുത്തെ രക്തരക്ഷസുകളെ സംബന്ധിച്ചിടത്തോളവും അത് കേവലം സാധാരണമായൊരു രാത്രിയായിരുന്നു. പക്ഷേ കാലവും വിധിയും കൂട്ടുചേർന്ന് എന്നിലൂടെ മഹത്തായ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മഹത്തായ യജ്ഞമെന്ന് തന്നെ ഞാൻ പറയും. അന്നത്തെ രാത്രി പുലർന്നപ്പോൾ എൻ്റെ മുറിയിൽ അടുത്ത കിടക്കയിൽ ഒരു പെൺകുട്ടി ബോധശൂന്യായി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കിടക്കുന്നിടത്ത് ചെന്നു നോക്കി. 15-16 വയസ്സ് പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞു വിളറിയ ഒരു റെഡ് ഇന്ത്യൻ പെൺകുട്ടി. അവളുടെ കഴുത്തിലും മറ്റു ശരീരഭാഗങ്ങളിലും നായ്ക്കൾ കടിച്ചു വലിച്ചതുപോലെ മുറിവുകൾ കണ്ടു.
അസ്ഥികളെല്ലാം തെളിഞ്ഞു നിന്ന ആ ശരീരം ഒരു പട്ടിണിക്കോലത്തെ അനുസ്മരിച്ചു. ആഗ്നന്റെ പുതിയ ഇര. പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഒരു പെൺകുട്ടിയെ ഇതാദ്യമായാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഏതായാലും എൻ്റെ ജോലി കുറെ കൂടി ലഘുവായി തീരുമെന്ന് ഞാൻ കണക്കുകൂട്ടി. തിരിച്ചറിവുള്ള കുട്ടികളെ പരിചരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഉച്ചതിരിഞ്ഞ സമയത്ത് പെൺകുട്ടിക്ക് ബോധമുണർന്നു. നാലുപാടും പകച്ചു നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്നു. ഒന്നും മനസ്സിലാകാത്ത ഭാവവും അതോടൊപ്പം ഭീതിയും അവളുടെ കണ്ണുകളിൽ ഓളം വെട്ടി. ചുറ്റും നോക്കുന്നതിനിടയിലാണ് അവൾ എന്നെ കണ്ടത്. ഉടനെ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. പെട്ടെന്നുണ്ടായ ഈ ഭാവമാറ്റം എന്നെയും അമ്പരപ്പിച്ചു. അവൾ വാതിൽക്കലേക്ക് ഓടി. പുറത്തു കിടന്ന് രക്ഷപ്പെട്ടു കളയാമെന്നുള്ള ഉദ്ദേശമാണ്. കുറെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അവളെ പിന്തുടർന്നു. മന്ദിരത്തിൻ്റെ മുൻപിലെത്തിയപ്പോൾ അവൾ കോട്ടമുഖത്തേക്ക് ഓടുന്നത് കണ്ടു. ഗേറ്റിൽ പിടിച്ചു കയറാൻ തുടങ്ങിയ അവളെ കിഴവൻ വലിച്ചിറക്കുന്നതും അവൾ കിഴവനുമായി ഗുസ്തി പിടിക്കുന്നതും ഒടുവിൽ പരാജയപ്പെട്ട് അവൾ തിരികെ പോരുന്നതും കാണായി. പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമന്വേഷിച്ച് അവൾ മതിലിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം കിഴവൻ അവളെ വലിച്ചു താഴെയിട്ടു. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവൾ ഞാൻ നിൽക്കുന്നിടത്തേക്ക് പോന്നു. ഇടനാഴിയിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞ അവളെ ഞാൻ ഒടുവിൽ പിടികൂടി എൻ്റെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അപ്പോഴെല്ലാം അവൾ എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അത്യധികമായ ഭയത്തോടെയാണ് അവൾ എന്നെ വീക്ഷിച്ചത്. ഞാൻ അവൾക്ക് വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. ഞാൻ അടുത്ത് ചെല്ലുന്നത് തന്നെ അവൾക്ക് ഭയമായിരുന്നു. കരയുകയും ചിണുങ്ങുകയും ചെയ്തുകൊണ്ട് അവൾ മുറിയുടെ മൂലയിൽ ഉരുപ്പുറപ്പിച്ചു. അന്നത്തെ ദിവസം അവൾ ഭക്ഷണം കഴിച്ചതേയില്ല. രാത്രിയിൽ ഞാൻ വാതിൽ ഭദ്രമായി ബന്ധിച്ചു. രാത്രിയിൽ പുറത്തിറങ്ങുന്നത് അപകടമാണെന്നും ആംഗ്യഭാഷയിൽ അവളെ മനസ്സിലാക്കി. എൻ്റെ സംസാരഭാഷ അവൾക്കറിയില്ലെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ഞാൻ അന്നും പതിവ് സമയത്ത് ഉറങ്ങാൻ കിടന്നു. ആരുടെയോ നിലവിളി കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. മെഴുകുതിരി കൊളുത്തി. പെൺകുട്ടിയെ മുറിയിലെങ്ങും കണ്ടില്ല. ഇടനാഴികയിൽ നിന്ന് നിലവിളി കേൾക്കാം. അവൾ രാത്രിയിൽ പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും ചെന്നായ്ക്കളും കഴുകന്മാരും അവരെ കടിച്ചു കീറുകയാണെന്നും ഞാൻ ഊഹിച്ചു. ഞാൻ വാതിൽക്കലെത്തിയപ്പോഴേക്കും പെൺകുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കാണായി. പിറകെ ഒരു പറ്റം ചെന്നായ്ക്കളും കഴുക്കളും. അവൾ വാതിൽ കിടന്ന് മുറിക്കുള്ളിലേക്ക് വീണു. ഞാനുടൻ വാതിലടച്ചു. പെൺകുട്ടിയെ കോരിയെടുത്തു കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. കഠിനമായ ഭീതി മൂലം അവൾ ഏറെക്കുറെ മൂർച്ഛിച്ച നിലയിലെത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ അവളുടെ മുറിവുകൾ കഴുകിക്കിട്ടി. ഞാൻ നിന്റെ ശത്രുവല്ല, മറിച്ച് മിത്രമാണ് എന്ന് ആംഗ്യഭാഷയിൽ അറിയിക്കാൻ ശ്രമിച്ചു. പിന്നെ ഭക്ഷണം എടുത്തു കൊടുത്തു. അവൾ പാത്രം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ നടപടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അനിഷ്ടമൊന്നും ഭാവിച്ചില്ല. അടുത്ത ദിവസം പുലർന്ന ഉടനെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. രക്ഷപ്പെടാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പുറകെ പോയില്ല. കിഴവൻ അവളെ തിരിച്ചോടിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അവൾ കിഴവനോട് പൊരുതി പരാജയപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഉച്ചയായപ്പോൾ മുറിയിൽ തിരിച്ചെത്തി. നിവർന്നു നടക്കാൻ പോലും വയ്യാത്ത വിധം അവൾ അവശയായി കഴിഞ്ഞിരുന്നു. ഞാൻ പെൺകുട്ടിയെ ബലമായി ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നെ ആർത്തിയോടെ അവൾ കഴിച്ചു തുടങ്ങി. തുടർന്നും എല്ലാ ദിവസവും മുറ തെറ്റാതെ അവൾ ഭക്ഷണം കഴിച്ചു പോന്നു. എല്ലാ ദിവസവും പകൽ സമയത്ത് അവൾ മതിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ കിഴവൻ അവളെ തിരിച്ചോടിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ രക്ഷപ്പെടൽ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു. കിഴവനെ കബളിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ കൂടെയുള്ള ജീവിതവുമായി അവൾ പൊരുത്തപ്പെട്ടു. മന്ദിരത്തിലെ ഭയാനകമായ നിശ്ചലതയും ബ്ലാക്ക് വാലിയുടെ നിശബ്ദതയും അവൾക്കിണങ്ങി. പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ എന്നോട് സൗഹൃദഭാവം കാട്ടിത്തുടങ്ങിയത്. പക്ഷേ ആശയവിനിമയം ഞങ്ങൾ തമ്മിൽ അസാധ്യമായിരുന്നു. അവളുടെ പ്രാകൃത ഭാഷ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഭാഷ അവൾക്കും തിരിയുകയില്ല. അവൾക്ക് എന്നോട് വളരെയധികം ചോദിച്ചറിയാനും പറയാനുമുണ്ടായിരുന്നു. അതെല്ലാം കണ്ണുകളിൽ വന്നു നിറഞ്ഞ് നിസ്സഹായതയായി തുളുമ്പി. എന്നോട് സംസാരിക്കാൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും അതെല്ലാം നിഷ്ഫലമായി തീർന്നു. എനിക്ക് അവളെ പരിചരിക്കേണ്ട ആവശ്യമേയില്ല. അവൾ സ്വയം ചെയ്തുകൊള്ളും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൾ പൂർണ്ണമായും ആരോഗ്യവതിയായി. ശരീരമൊന്ന് തടിച്ചു മിനുങ്ങി. പഴയ ആ പട്ടിണിക്കോലത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഓമനത്വമുള്ള ഒരു യുവതിയെയാണ് ഞാൻ കണ്ടത്. അവൾക്ക് എന്നെ വിശ്വാസമായി കഴിഞ്ഞിരുന്നു. ഞാനും അവളെപ്പോലെ തടവുകാരനായി വന്നതാണെന്നും ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്നും ആംഗ്യഭാഷയിൽ അവളെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനും അവളെപ്പോലെ തടവ് പുള്ളിയാണെന്നും ബോധ്യമായതോടെ അവൾ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങി.
അവളുടെ ദുഃഖം തന്നെ അനുഭവിക്കുന്ന ഒരാളെ കൂട്ടുകിട്ടിയതുപോലെയായിരുന്നു അവൾക്ക്. ഞാനിങ്ങനെ തടവുകാരനാക്കപ്പെട്ടതിൽ അവൾക്കെന്നോട് അനുകമ്പയുമുണ്ടായിരുന്നു. താമസം വിന എൻ്റെ മുറിയുടെ ഭരണം അവൾ പിടിച്ചെടുത്തു. അങ്ങനെയാണത് സംഭവിച്ചതെന്ന് മാത്രമേ എനിക്കറിയൂ. അവൾ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാനും എൻ്റെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും തുടങ്ങി. ആകെ അലങ്കോലപ്പെട്ട് കിടന്നിരുന്ന എൻ്റെ മുറി വൃത്തിയാക്കി അടുക്കോടെയും ചിട്ടയോടെയും അവൾ സൂക്ഷിച്ചു. അക്കാര്യത്തിൽ ഒരു വീട്ടമ്മയുടെ സാമർഥ്യം അവൾ പ്രകടിപ്പിച്ചു. പകൽ സമയത്തെല്ലാം അവൾ രക്ഷപ്പെടാനുള്ള ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും. അതെല്ലാം ആംഗ്യഭാഷയിൽ എനിക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ടൊന്നും യാതൊരു ഫലവുമില്ലെന്ന് ഞാൻ അവളെ അറിയിക്കും. വീണ്ടും അവൾ പുതിയ മാർഗം ആലോചിക്കും. ഒരു പക്ഷേ തൻ്റെ ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെ അന്വേഷിച്ച് ഇവിടെ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവർക്ക് ആയുധങ്ങളുണ്ടെന്നും അവ ഉപയോഗിച്ച് കിഴവനെ കൊലപ്പെടുത്തിയ ശേഷം ഞങ്ങളെ അവർ രക്ഷിക്കുമെന്നും അവൾ ആംഗ്യരൂപേണ എന്നെ അറിയിച്ചിരുന്നു. അവസാനത്തെ ആ ആശയം കൂടി നിഷേധിച്ച് അവളെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. രക്തരക്ഷസുകളുടെ താവളമാണ് അതെന്ന് അവൾക്കപ്പോഴും ബോധ്യമായിരുന്നില്ല. അവൾക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന ദുർവിധിയെക്കുറിച്ച് ഞാനവളെ അറിയിച്ചുമില്ല. കിഴവനെ അവൾ വല്ലാതെ ഭയന്നിരുന്നു. ഞാൻ വീണ്ടും ചിന്താക്കുഴപ്പത്തിലായി. മാസങ്ങൾക്ക് മുൻപ് ഞാൻ കൈവിട്ട് കളഞ്ഞ ആ ദൗർബല്യം വീണ്ടും എന്നെ ഗ്രസിച്ചു. കാര്യം വളരെ ലളിതമായിരുന്നു. 24 മണിക്കൂറും എൻ്റെ കൂടെയുള്ള അവൾ മനുഷ്യ സ്ത്രീയാണ്, ഒരു യുവതിയാണ്. അവൾ സുന്ദരിയും ശിശുവിനെ പോലെ നിഷ്കളങ്കയുമാണ്. ഏകാന്തതകളെ ആനന്ദപ്രദമാക്കി മാറ്റാൻ അവളേക്കാൾ നല്ലൊരു ഔഷധം വേറെയില്ല. വേറെ ഒരു ജോഡി കണ്ണുകൾ കൊണ്ട് ഞാൻ അവളെ കാണാൻ തുടങ്ങി. സ്നേഹവും കാമവും നിറഞ്ഞ ഒരു ജോഡി കണ്ണ്. എനിക്ക് കുറേ സങ്കല്പങ്ങളുണ്ടായി. ഓർത്താൽ വളരെ വിചിത്രമാണ്. പ്രേതക്കോട്ടയിൽ തടവുകാരനാക്കപ്പെട്ട ഒരു മനുഷ്യന് ഭാവിയെക്കുറിച്ച് ചില സങ്കല്പങ്ങളും കുറേ നല്ല സ്വപ്നങ്ങളും ഉണ്ടാകുക. അതിങ്ങനെയായിരുന്നു. ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ആഗ്നൻ ഒരിക്കലും വരികയില്ല. ഞാൻ ആ പെൺകുട്ടിയെ ഗാഢഗാഠം സ്നേഹിക്കും. സ്നേഹം ഞങ്ങൾ പങ്കുവയ്ക്കും. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ആഗ്നൻ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ പരിചരിച്ച് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊരു ജീവിതം. ക്രമേണ ആ സങ്കല്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ ആഘാതമായി തീർന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം ഒരിക്കലും സഫലമാകുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അധികം വൈകാതെ ഏതെങ്കിലും ഒരു രാത്രിയിൽ ആഗ്നൻ വരും. ഞാൻ നിസ്സഹായനായി നോക്കി നിൽക്കെ അയാൾ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഈ കോട്ടയിലെ രക്തരക്ഷസുകളെല്ലാം ചേർന്ന് അവളുടെ ചോരയും മാംസവും പങ്കുവെച്ച് ഭക്ഷിക്കും. അധ്യായം 18. ഒരിണയ്ക്കു വേണ്ടിയുള്ള മനുഷ്യസഹജമായ ഉൾദാഹം ഒരിക്കലും എന്നിൽ ഇത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടില്ല. ഒരു സ്ത്രീയെയും ഞാൻ ഇത്ര കണ്ട് തീവ്രമായി സ്നേഹിച്ചിട്ടില്ല. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ സ്ത്രീയോടുള്ള സ്നേഹവും അഭിനിവേശവും എത്രത്തോളം തീക്ഷ്ണമാകുമെന്ന് പരീക്ഷിച്ചറിയണമെങ്കിൽ ഇതുപോലൊരു പ്രേതക്കോട്ടയിൽ വളരെ നാൾ തനിച്ച് ജീവിച്ച ശേഷം ഒരു സ്ത്രീയെ കണ്ടുമുട്ടണം. ഇണകളെ ഒന്നിപ്പിക്കുന്ന പ്രകൃതി നിയമത്തിൻ്റെ നിഗൂഢമായ രഹസ്യം പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലൊരു പ്രേതക്കോട്ടയിൽ വെച്ച് ഒരു സ്ത്രീയെ സ്നേഹിക്കണം. ഞാൻ അവൾക്കൊരു പേരിട്ടു, ട്രീസ. എൻ്റെ കൗമാരത്തിൻ്റെ നാളുകളിൽ ഒഹായോ നദിക്കരയിൽ വെച്ച് ഞാൻ വല്ലപ്പോഴും കാണാറുണ്ടായിരുന്ന ആ കൊച്ചു സ്നേഹിതയുടെ പേര് ട്രീസ എന്നായിരുന്നു. ആ പേര് ഞാൻ എൻ്റെ റെഡ് ഇന്ത്യൻ പെൺകുട്ടിക്ക് നൽകി. ട്രീസ എന്ന് വിളിക്കുമ്പോൾ ആദ്യമൊക്കെ അവൾ ശക്തിയായി പ്രതിഷേധിച്ചിരുന്നു. അതല്ല അവളുടെ പേരെന്നും വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. റെഡ് ഇന്ത്യൻ ഉച്ചാരണത്തിൽ വിചിത്രമായി തീരുന്ന ഒരു പേര് അവൾ പറഞ്ഞു തരാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ വഴങ്ങിയില്ല. എന്നെ ക്രിസ്റ്റി എന്ന് വിളിക്കാൻ ഞാൻ അവളെ ക്രമേണ പരിശീലിപ്പിച്ചു. ആദ്യ ദിവസങ്ങളിൽ ഞാൻ ട്രീസ എന്ന് വിളിച്ചാൽ അവൾ പിണക്കം ഭാവിച്ച് മിണ്ടാതിരിക്കും. ചിലപ്പോൾ അവളുടെ യഥാർത്ഥമായ പേര് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കും. എല്ലാം വിഫലമാണെന്ന് കണ്ടതോടുകൂടി അവൾ സ്വന്തം പേര് ട്രീസയെന്നും അംഗീകരിച്ചു. അവളിൽ ക്രമേണ വികാസം കൊണ്ടുവന്ന വിധേയത്വം എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചു. പക്ഷേ അതിൽ സ്നേഹത്തെക്കാളുപരി ഭയവും ബഹുമാനവുമാണെന്ന് തോന്നി. എൻ്റെ കണ്ണുകളിലെ സ്നേഹവും ആഗ്രഹവും അവൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിച്ചു. പലപ്പോഴും ട്രീസ എൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ മുഖം താഴ്ത്തി പതറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മുൻകൈ എടുക്കാനുള്ള ധൈര്യമുണ്ടായിട്ടില്ല. ഒരിക്കൽ കിടക്കമേലിരുന്ന് അവളുടെ കയ്യിലെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കെ ഞാനൊരു ചെറിയ മുന്നേറ്റം നടത്തി. ഞാൻ പോലും മുൻകൂട്ടി കരുതാത്ത ഒരു നിമിഷത്തിൽ അവളുടെ കൈത്തലം മുഖത്തോടടുപ്പിച്ച് അതിൽ ചുംബിച്ചു. ട്രീസ കൈ പിൻവലിക്കാൻ ശ്രമിച്ചില്ല എന്നത് എനിക്ക് കൂടുതൽ ധൈര്യം നൽകി. അവൾ വിസ്മയത്തോടെ എൻ്റെ പ്രവൃത്തി നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്തെ താരല്യം എന്നെ ആവേശഭരിതനാക്കി.
ഞാൻ മുന്നോട്ടഞ്ഞ് അവളുടെ മുഖം പിടിച്ചടുപ്പിച്ച് കണ്ണുകളിൽ മാറി മാറി ചുംബിച്ചു. പിന്നെ നെറ്റിത്തടത്തിലും കവിളിലും ചുണ്ടുകളിലും. അവൾ എൻ്റെ മുഖം അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ അരികിൽ നിന്നും തെന്നിമാറിയപ്പോൾ എനിക്ക് ജാള്യമായി. കുറ്റബോധമാണ് ഞാൻ അവളുടെ മുഖത്ത് കണ്ടത്. അതിൽ പിന്നീടും പലതവണ ഞാൻ അവളെ ചുംബിച്ചിട്ടുണ്ട്. ആദ്യ നിമിഷങ്ങളിൽ അവൾ കാട്ടുന്ന വിധേയത്വം പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുകയും വലിയൊരു തെറ്റ് ചെയ്ത ഭാവത്തോടെ അവൾ പിൻവാങ്ങുകയുമാണ് പതിവ്. എങ്കിലും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഭയന്ന രാത്രിയും വന്നു ചേർന്നു. അന്ന് കിഴവൻ അവൾക്ക് രാത്രി ഭക്ഷണം എത്തിച്ചിരുന്നില്ല. ട്രീസയെ കൊണ്ടുപോകാൻ ആഗ്നൻ വരുമെന്ന് എനിക്ക് തീർച്ചയായി. ട്രീസയെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ രക്ഷാമാർഗമൊന്നും കണ്ടുമില്ല. രാത്രിയായതോടെ എനിക്ക് തീരെ സ്വസ്ഥതയില്ലാതായി. എന്നെ മോഹിപ്പിച്ച ആ റെഡ് ഇന്ത്യൻ കന്യക ഇന്ന് അർദ്ധരാത്രിയിൽ രക്തരക്ഷസുകളുടെ ഭക്ഷണമായി തീരുകയാണ്. ഇന്ന് അവർ അവളുടെ ചോര കുടിച്ചു പറ്റിക്കും. അവളുടെ ശരീരം പിച്ചിച്ചീന്തി പങ്കിട്ട് തിന്നും. പക്ഷേ അവൾ അതറിയുന്നില്ല. എൻ്റെ ഹൃദയം കത്തിജ്വലിക്കുന്ന ഫർണസാണെന്ന് എനിക്ക് തോന്നി. ഏതായാലും ട്രീസയെ നഷ്ടപ്പെട്ട ശേഷം ഞാൻ ജീവിക്കുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചു. ആഗ്നനോട് അവസാനത്തെ വാക്കുവരെ അവളുടെ ജീവനു വേണ്ടി ഞാൻ കെഞ്ചും. അയാൾ എൻ്റെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ ട്രീസയെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഒരു വെടിയുണ്ട ഞാൻ തന്നെത്താൻ എൻ്റെ തലച്ചോറിലേക്കും കടത്തിവിടും. ഇതായിരുന്നു എൻ്റെ അന്തിമ തീരുമാനം. ഞാൻ പിസ്റ്റൾ ലോഡ് ചെയ്തു വെച്ചു. അർദ്ധരാത്രിക്ക് മുമ്പേ ആഗ്നൻ വന്നു. കൂടെ പെൺപിശാചം. ആ രണ്ട് സത്വങ്ങളുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ തോന്നി അനുരഞ്ജനമൊന്നും സാധ്യമാവുകയില്ലെന്ന്. അത്രമേൽ ബീഭത്സതയും ആർത്തിയും ആ രക്തദാഹികളിൽ ഞാൻ കണ്ടു. ഇനി മരണമാണ് ഒരേയൊരു വഴി. എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. സ്വയം യാത്ര അയക്കാൻ വേണ്ടി ശാരീരികമായും മാനസികമായും ഞാൻ ഒരുങ്ങി. പിസ്റ്റൾ അരപ്പട്ടയിൽ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി. ആഗ്നനും ഭാര്യയും കടന്നു വന്നപ്പോൾ തന്നെ ട്രീസ ഭയന്നു വിറച്ച് എൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു. അവൾക്ക് അവരിൽ നിന്നും ഭയാനകമായ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നത്തക്ക വിധം അത്രമേൽ ഭീതിയും ജാഗ്രതയും അവളിൽ കണ്ടു. ആഗ്നൻ പറഞ്ഞു, മിസ്റ്റർ ആർതർ ക്രിസ്റ്റി, ഇനി കുറേനാൾ വിശ്രമിക്കുക. ഞങ്ങൾ ഇവളെ കൊണ്ടുപോവുകയാണ്. ഇവളെ ഞാൻ വിട്ടുതരില്ല എന്ന് മാത്രമല്ല, ഇവളെ എനിക്ക് പൂർണ്ണമായും വിട്ടുതരണം എന്നൊരപേക്ഷ കൂടിയുണ്ട്. എനിക്കിവളെ വേണം. എനിക്ക് സ്നേഹിക്കാനൊരു സ്ത്രീയെ വേണം. ഞാൻ ശാന്തത പാലിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കുകയാണ്. നിങ്ങൾക്കും ആരെയെങ്കിലും സ്നേഹിക്കണമെങ്കിൽ അത് ഞങ്ങളെയാകട്ടെ. സ്നേഹിക്കാൻ ആഗ്രഹിക്കരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് തന്നത് മറന്നോ? ഇല്ല, പക്ഷേ എനിക്കിവളെ സ്നേഹിക്കണം. അതെൻ്റെ അവകാശമാണ്. ഞങ്ങൾ മനുഷ്യരുടെ അവകാശമാണത്. പിശാചുക്കൾക്ക് അത് തടയാൻ സാധ്യമല്ല. ആഗ്നൻ്റെ കണ്ണുകൾ കത്തിജ്വലിച്ചു. മുഖം ചുവന്നു. അയാൾ ട്രീസയുടെ നേർക്കാഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞു. സാധ്യമല്ല എന്ന് ആർതർ ക്രിസ്റ്റി പറഞ്ഞാൽ സാധ്യമല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഞാൻ പിസ്റ്റളെടുത്ത് ട്രീസയുടെ നെഞ്ചിൽ തൊടുവിച്ചുകൊണ്ട് പ്രതീക്ഷകൾ അത്രയും പാടെ നശിച്ച ചിരിയോടെ പറഞ്ഞു, ജീവനോടെ നിങ്ങൾ ഇവളെ കൊണ്ടുപോകില്ല. എനിക്കും അവൾക്കും ചാവാൻ ആവശ്യമായ വെടിയുണ്ടകൾ ഇതിലുണ്ട്. വെടിയുണ്ടകൾക്ക് നിർബാധം കയറിപ്പോകാവുന്ന ശരീരമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ പിശാചുക്കളുടെ ശരീരം പോലെയല്ല. ആഗ്നൻ അനങ്ങിയില്ല. ജീവിതത്തെ സംബന്ധിച്ച സകല പ്രതീക്ഷകളും നശിച്ച ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുകയെന്ന് കാണാൻ പോവുകയായിരുന്നു അയാൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് അയാൾക്ക് തോന്നിക്കാണണം. കുറേ സമയത്തേക്ക് മുറിയിൽ സമ്പൂർണമായ നിശബ്ദത തളം കെട്ടി. എൻ്റെ തീരുമാനത്തിൻ്റെ ദൃഢത ധ്വനിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മുൻപിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഈ പെൺകുട്ടിയെ എൻ്റെ ഭാര്യയാക്കി ഇവളോടൊപ്പം ജീവിക്കുക. ഞങ്ങൾ 2 പേരും ചേർന്ന് നിങ്ങളുടെ ജോലി കാലാകാലങ്ങളിൽ ഭംഗിയായി നിർവഹിക്കും. രണ്ടാമത്തെ വഴി ഇവളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക. നിങ്ങൾക്കിന്ന് 2 പേരുടെയും ശവം തിന്നാൻ സാധിക്കും. പക്ഷേ നാളെ വെളുപ്പിന് ബ്ലാക്ക് വാലി എസ്റ്റേറ്റിലേക്ക് ധീരനായ ഒരു മാനേജരെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യവും കൊടുത്ത് കിഴവനെ നിങ്ങൾക്ക് കാലിഫോർണിയയിലേക്ക് അയക്കേണ്ടി വരും. ആഗ്നൻ്റെ കണ്ണുകളിലെ ജ്വാല മങ്ങി മങ്ങി വന്നു. ട്രീസയുടെ നേർക്ക് കുതിക്കാനൊരുങ്ങിയ ഭാര്യയെ അയാൾ തടഞ്ഞു. പിന്നെ ഒരക്ഷരം ഉരിയാടാതെ തിരിഞ്ഞു നടന്നു. പിന്നാലെ അയാളുടെ ഭാര്യയും. അവർ മുറിവിട്ടിറങ്ങിയ ഉടനെ ഞാൻ ചെന്ന് വാതിലടച്ചു. അവർ പോയി കഴിഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ട്രീസയെ എനിക്ക് വേണ്ടി അവർ വിട്ടുതന്നിരിക്കുന്നു. എന്നേക്കുമായി വിട്ടുതന്നിരിക്കുന്നു. പ്രപഞ്ചം അതിൻ്റെ ചലനങ്ങൾ നിർത്തിവെച്ച് കാതോർക്കും വിധം അലറിച്ചിരിക്കാൻ ഞാൻ വെമ്പി. എനിക്ക് ഉന്മാദം പിടിപെട്ടു. ലോകത്തെ ആകെ മൂടിപ്പൊതിയാൻ വേണ്ടുവോളമുള്ള ഈ ആഹ്ലാദം ഹൃദയത്തിലൊതുക്കാൻ കഴിയാതെ എനിക്ക് ശ്വാസം മുട്ടി.
ഞാനൊരു ഡൈനാമിറ്റ് പോലെ പൊട്ടിച്ചിതറുമെന്ന് തോന്നി. ആഹ്ലാദം പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു ചാലില്ല. ട്രീസയെ ഞാൻ കോരിയെടുത്ത് വട്ടം കറക്കി. അവളാണെങ്കിൽ എൻ്റെ ഭാവാന്തരം കണ്ട് പരിഭ്രമിച്ചു. മരണത്തിൽ നിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തിയത് അവൾക്ക് മനസ്സിലായിട്ടില്ല. ആഗ്നനുമായി ഞാൻ സംസാരിച്ചു തന്നെന്ന് അവൾക്കറിയില്ല. ആഗ്നൻ എന്തിനാണ് വന്നതെന്നോ അവളെ കൊണ്ടുപോയി എന്തു ചെയ്യുമായിരുന്നെന്നോ അവൾക്ക് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്ന ഭാഷയില്ല. ആ രാത്രി കടന്നുപോയി. പിന്നെയും രാത്രികൾ വന്നുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ജോലിയുടെ അടുത്ത ഗഡു ആരംഭിച്ചു. 2 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു റെഡ് ഇന്ത്യൻ കുഞ്ഞ് എവിടെ നിന്ന് വന്നുവെന്നും ആര് കൊണ്ടുവന്നുവെന്നും ട്രീസയ്ക്കറിയില്ല. എങ്കിലും അവൾ അതിനെ ശുശ്രൂഷിച്ചു. അതിന് ഭക്ഷണം നൽകി. അതിൻ്റെ കരച്ചിലടക്കി. റെഡ് ഇന്ത്യൻ വർഗത്തിൽപ്പെട്ട കുട്ടിയാണത് എന്ന ഒറ്റ കാരണം മാത്രം മതിയായിരുന്നു അവൾക്കതിനെ അതിയായി സ്നേഹിക്കാൻ. ഒടുവിൽ ആഗ്നൻ വന്ന് കുട്ടിയെ കൊണ്ടുപോയപ്പോൾ അവൾ കരഞ്ഞു. അവളുടെ മനസ്സിൽ ദുശങ്കകൾ നിറഞ്ഞു. ഇതിനകം ഞാനുമായുള്ള നിരന്തര സഹവാസവും സമ്പർക്കവും മൂലം എൻ്റെ ഭാഷയിലെ ഏതാനും പദങ്ങളുടെ അർത്ഥം അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. ആശയങ്ങൾ അവളെ ധരിപ്പിക്കാൻ പ്രയാസമില്ലെന്നായി. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ബ്ലാക്ക് വാലിയുടെ കഥ മുഴുവൻ ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അടുത്ത ഭാഗം നാളെ.